ചില ബിഷപ്പുമാർക്കൊക്കെ അതൊക്കെ പ്രത്യേക ഒരു രോമാഞ്ചമുണ്ട്. BJP നേതാക്കന്മാർ വിളിച്ചാൽ പ്രത്യേക രോമാഞ്ചം. അപ്പൊ അങ്ങനെ രോമാഞ്ചം കൂടി കുറച്ചുപേര് പോയി ഡൽഹിയിൽ. കേക്കിന്റെ പീസും പിന്നെ മുന്തിരിങ്ങ ഇട്ട് വാറ്റിയ സാധനവും മറ്റ് അത്യാവശ്യ കാര്യങ്ങൾ. വാറ്റിയ സാധനം പറഞ്ഞാൽ മറ്റേ ഇതുള്ളതല്ല. ഈ ബിഷപ്പുമാർ പ്രധാനമന്ത്രിയുടെ വിരുന്നിന് പോയതിനെ ആക്ഷേപിക്കുന്ന സജി ചെറിയാൻ, സകല അരമനയും കയറി നിരങ്ങുന്ന സജി ചെറിയാൻ അത് ആക്ഷേപിക്കുമ്പോൾ തോന്നുന്നത് ഒരു സിനിമാ ഡയലോഗാണ്. എന്ത് പ്രഹസനമാണ് സജി. നമസ്കാരം, പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് സ്നേഹവിരുന്നിൽ പങ്കെടുത്ത ക്രൈസ്തവ സഭാ പ്രതിനിധികളെ അധിക്ഷേപിച്ച് മന്ത്രി സജി ചെറിയാൻ. കേക്കും മുന്തിരി വാറ്റിയതും കിട്ടിയാൽ ബിഷപ്പുമാർ മണിപ്പൂർ മറക്കുന്നുവെന്ന മന്ത്രിയുടെ കളിയാക്കലിന് പിന്നിലെ ലക്ഷ്യമെന്ത്? BJP വിളിക്കുമ്പോൾ ബിഷപ്പുമാർക്ക് രോമാഞ്ചം തോന്നുന്നുവെന്ന പരിഹാസവും ആലോചിച്ചുറപ്പിച്ചതോ? BJPയോടുള്ള അടുപ്പം സഭാ നേതൃത്വത്തിൽ ഒതുക്കി നിർത്താനുള്ള നീക്കമോ CPM നടത്തുന്നത്? സഭയും BJPയും തമ്മിൽ അടുപ്പം കൂടിയാൽ നഷ്ടം കോൺഗ്രസിനാണെന്ന തിരിച്ചറിവിൽ ക്രൈസ്തവ വോട്ടുകൾ ഭിന്നിപ്പിക്കാനുള്ള രഹസ്യ അജണ്ടയും സംശയിക്കണോ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. സജിയുടേത് പ്രഹസനമോ തന്ത്രമോ? പ്രൈം ഡിബേറ്റിൽ കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിൽ, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ശ്രീജിത്ത് പണിക്കർ, ക്രിസ്ത്യൻ കൗൺസിൽ പ്രതിനിധി ശ്രീ കെന്നഡി കരിമ്പുകാലായിൽ, CPM സഹയാത്രികൻ അഡ്വക്കേറ്റ് BN ഹസ്കർ എന്നിവർ ചേരുകയാണ്. ആദ്യം ശ്രീ കെന്നഡി കരിമ്പുകാലായിൽ, BJP സഭാ നേതൃത്വം തമ്മിലുള്ള അടുപ്പം കുറെ മാസങ്ങളായിട്ട് ചർച്ചയിലുള്ള വിഷയമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ക്രിസ്മസ് സ്നേഹവിരുന്നിൽ ബിഷപ്പുമാർ പങ്കെടുത്തതിന് ശേഷം വീണ്ടും സജീവമായിരിക്കുകയാണ് ഇത്. ഇതിനെയാണ് വിമർശിച്ചിരിക്കുന്നത് സാംസ്കാരിക മന്ത്രി കൂടിയായ സജി ചെറിയാൻ. അതും കടുത്ത ഭാഷയിൽ തന്നെയാണ്. ബിഷപ്പുമാരെ നേരിട്ട് ആക്രമിക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തത്. എങ്ങനെയാണ് താങ്കൾ ഇതിനെ കാണുന്നത്? ഇത് പ്രഹസനം എന്ന് പറയുന്നു വി മുരളീധരൻ. പക്ഷേ ഇത് പ്രഹസനമാണോ അതോ ആലോചിച്ചുറപ്പിച്ചതാണോ? മനുഷ്യ, ഇത് കേരളത്തിലിരുന്നാണ് ഇത്തരം കാര്യങ്ങൾ എഴുന്നള്ളിക്കുന്നത് എന്ന ഒരു ധാരണ പോലും, എന്ന ഒരു ഓർമ്മ പോലും ഇല്ലാതെ ഇരിക്കുന്ന സ്ഥാനം എന്താണെന്ന് ഒരു തിരിച്ചറിവ് പോലും ഇല്ലാതെ അദ്ദേഹം ഇന്ന് കേരളത്തിൻ്റെ മന്ത്രിയാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവൊക്കെ ആയിരിക്കാം, പക്ഷേ ഇന്ന് കേരളത്തിൻ്റെ മന്ത്രിയാണ്. ഒരു പൊതു സ്ഥാനത്തിരിക്കുകയാണ്. ആ സ്ഥാനത്തിരുന്നുകൊണ്ട് എത്രയോ മഹാന്മാരൊക്കെ ഇരുന്ന കസേരയാണ്. അവിടെ ഇപ്പോൾ ആരിയ്ക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ആ കസേരയിൽ ഇരുന്നുകൊണ്ട് ഇത്തരം വർത്തമാനങ്ങൾ മലയാളികളോട് പറയുമ്പോൾ മലയാളികൾ കളിയാക്കുമെന്നെങ്കിലും ചിന്തിക്കണ്ടേ? ഇങ്ങനെയിപ്പോഴും പഴയ ബ്രാഞ്ച് സെക്രട്ടറി നിലവാരത്തിൽ നിന്ന് വളരുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് നമുക്ക് മറക്കാറായിട്ടില്ല. കാരണം ഇന്ത്യൻ ഭരണഘടനയെ തന്നെ അപമാനിച്ചതിന് കുറച്ചു കാലം വീട്ടിയിരുന്നതാണ്. പണി മേടിച്ചാലും പഠിക്കാത്ത ഒരു ജന്മം. വീണ്ടും അന്ന് പക്ഷേ വ്യക്തിപരമായൊരു പണിയാണ് മേടിച്ചത്. ഇന്ന് എഴുന്നള്ളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും CPM-നും LDF-ന് ആകെ തന്നെയും പണി മേടിച്ചു കൊടുക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗം. പക്ഷേ കെന്നഡി കരിമ്പുകാലയിൽ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ള കാര്യം ഇപ്പോൾ അദ്ദേഹം അത് വിടുവായുത്തം പറഞ്ഞതാണോ അതോ തന്ത്രപരമായ ഒരു സമീപനം സ്വീകരിച്ചതാണോ എന്നുള്ളതാണല്ലോ ചർച്ചാ വിഷയം. വായിൽ തോന്നുന്നത് പറയുന്നതാണ് അദ്ദേഹം എന്ന് അദ്ദേഹത്തിന്റെ മുൻ പ്രസ്താവനകൾ വെച്ചുകൊണ്ട് താങ്കൾ പറയുകയാണ്. പക്ഷേ ഇവിടെ BJPയോട് കാണിക്കുന്ന അടുപ്പം ക്രൈസ്തവ സഭാ നേതൃത്വത്തിൽ ഒതുങ്ങി നിൽക്കുന്നതാണ്, അത് താഴോട്ട് വന്നിട്ടില്ല എന്ന് വെളിവാക്കുന്നതിന് വേണ്ടി ആലോചിച്ചുറപ്പിച്ച് തന്നെ പറഞ്ഞ കാര്യമല്ലേ ഇത്? ഇതാണല്ലോ CPM-ന്റെ തന്ത്രം ഇക്കാര്യത്തിൽ. അല്ല, ഞാൻ പറഞ്ഞത് ഈ BJPയോട് ഏത് സമൂഹം അടുക്കണം, പ്രത്യേകിച്ച് ക്രൈസ്തവ സഭ അടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഇവരല്ലല്ലോ. ഇവർക്ക് അതിനകത്ത് ഒന്നും ചെയ്യാൻ കഴിയുകയുമില്ല. ഒരു കാര്യം ഇവർ ഇത്തരം അബദ്ധ പ്രസ്താവനകൾ ഇറക്കുമ്പോൾ ഓർക്കണമായിരുന്നു. നന്ദി എന്ന് പറഞ്ഞ ഒരു വാക്കിൻ്റെ അർത്ഥം അറിയാമെങ്കിൽ, രണ്ടാം പിണറായി വിജയൻ സർക്കാർ ഇവിടെ ഭരിക്കുന്നെങ്കിൽ അത് ക്രൈസ്തവ സമൂഹത്തിൻ്റെ പിന്തുണ കൂടി കൊണ്ടാണ്, അതുകൊണ്ട് മാത്രമാണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷേ
ക്രൈസ്തവരുടെ പിന്തുണ കൊണ്ടുകൂടിയാണ് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലേറിയതെന്ന് LDFിൻ്റെ നേതാക്കൾക്ക് നിഷേധിക്കാൻ കഴിയുമോ? ബഹുമാനപ്പെട്ട മന്ത്രി സജി ചെറിയാന് നിഷേധിക്കാൻ കഴിയുമോ? കേരള കോൺഗ്രസിലുണ്ടായ ആ ഒരു പോളറൈസേഷൻ അല്ലേ ക്രൈസ്തവ വിഭാഗം സെൻട്രൽ ട്രാവൻകൂറിലടക്കം വൻ തിരിവിന് വഴിവെക്കുകയും രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത്? ആ നന്ദിയെങ്കിലും അതുപോലും ഓർക്കാതെ സെൻട്രൽ ട്രാവൻകൂറിൽ നിന്ന് തന്നെയുള്ള ഒരു ക്രിസ്ത്യൻ നാമധാരിയാണ് ഇദ്ദേഹം എന്നതുകൂടി ഓർക്കുമ്പോൾ സങ്കടം വരികയാണ്. ഇദ്ദേഹം പറയുന്നത് രോമാഞ്ചമെന്നാണ്. നവകേരള സദസ്സിൽ പങ്കെടുക്കുമ്പോൾ രോമാഞ്ചമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ അദ്ദേഹത്തോടൊന്ന് ചോദിക്കട്ടെ, ഈ ഇഫ്താർ വിരുന്നിൽ പങ്കെടുക്കുമ്പോൾ താങ്കൾക്ക് രോമാഞ്ചം ഉണ്ടാവാറുണ്ടോ? ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? ഇഫ്താർ വിരുത്ത് നടത്താനായിട്ട് വാശിയോടെ സ്പീക്കറടക്കം ഇപ്രാവശ്യം ഇത്രയും സാമ്പത്തികമായി വിഷമത്തിൽ നിൽക്കുമ്പോഴും ഇഫ്താർ വിരുന്നുകൾ നടത്താൻ ലക്ഷങ്ങൾ പൊടിച്ചതായി ഞങ്ങൾ സാധാരണ ജനങ്ങൾ, നികുതി കൊടുക്കുന്ന ഇന്നാട്ടിലെ ക്രൈസ്തവരടങ്ങുന്ന സാധാരണ ജനം മനസ്സിലാക്കുന്നു. ഞങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ ഇഫ്താർ വിരുന്നിനടക്കം ചെലവാക്കുന്നുണ്ട്. വാശിക്ക് നടത്തുകയാണ് മന്ത്രിമാരും സ്പീക്കറും എല്ലാം. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരം രോമാഞ്ചം ഉണ്ടാകാറുണ്ടോ? ഇനി ഒന്നുകൂടി ചോദിക്കട്ടെ, ഈ ഹമാസ് തീവ്രവാദികൾക്ക് വേണ്ടിയിട്ട്, അതായത് വടി കൊടുത്ത് അടി മേടിച്ചിട്ട് പട്ടി മോങ്ങുന്ന ഹമാസ് തീവ്രവാദികൾക്ക് വേണ്ടി റാലി നടത്തിയപ്പോൾ ഇദ്ദേഹത്തിന് രോമാഞ്ചമുണ്ടായിരുന്നു. ഇനിയും കുറച്ച് ചോദിക്കാനുണ്ട് മഞ്ജുഷേ, അടുത്ത റൗണ്ടിലേക്ക് വരുമ്പോൾ. ശ്രീ കെന്നഡി, ശ്രീജിത്ത് പണിക്കർ, ഇത് സജി ചെറിയാൻ എന്ന് പറയുന്നത് അരമനകൾ കയറാത്ത മന്ത്രിയല്ല. ചെങ്ങന്നൂരിൽ നിന്ന് അദ്ദേഹം ആദ്യം തിരഞ്ഞെടുക്കപ്പെട്ട സമയത്ത് ആരുടെ പിന്തുണയാണ് അദ്ദേഹത്തിന് പ്രധാനമായും കിട്ടിയിരുന്നത്, ആ പിന്തുണ അദ്ദേഹം എങ്ങനെ ഉറപ്പിച്ചു എന്നുള്ള കാര്യമൊക്കെ ചർച്ചാ വിഷയമാണ്. പക്ഷേ ഇപ്പോഴത്തെ കോൺടെസ്റ്റ് എന്ന് പറയുന്നത് BJPയോട് ക്രൈസ്തവ സഭാ നേതൃത്വം അടുക്കുന്നു എന്ന രീതിയിലുള്ള പ്രചാരണങ്ങൾ, അതിൻ്റെ മുനയൊടിക്കുന്നതിന് വേണ്ടി ഒരു മന്ത്രി നടത്തുന്ന ഇടപെടൽ, അങ്ങനെ കാണാൻ കഴിയുമോ? അതോ അപഹസിച്ച് ഈ നീക്കത്തെ ഇല്ലാതാക്കുവാനുള്ള ശ്രമം നടത്തുന്നു, അങ്ങനെയാണോ കരുതേണ്ടത്? ഇവിടെ ഈ ക്രൈസ്തവ സമൂഹത്തിൻ്റെ വോട്ടുകൾ ഗുണം ചെയ്തു രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലെത്തുവാൻ എന്ന് ശ്രീ കെന്നഡി കരിമ്പുകാല ഇവിടെ പറയുകയുണ്ടായി. പക്ഷേ ആ ഒരു രീതിക്ക് ഇപ്പോൾ മാറ്റം വന്നിരിക്കുന്നു എന്ന തിരിച്ചറിവ് കൂടി CPMനുണ്ടല്ലോ. അന്ന് കിട്ടിയിരുന്ന വോട്ടുകൾ, ക്രൈസ്തവ വോട്ടുകൾ കിട്ടുവാനുള്ള സാധ്യത കുറവാണ് എന്നുള്ള തിരിച്ചറിവ് കൂടി ഉണ്ടായിട്ട് UDFിലേക്ക് ആ വോട്ടുകൾ പോകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തന്ത്രപരമായ ഇടപെടൽ, അത് BJPയിലേക്ക് പോയാലും കുഴപ്പമില്ല, അത് ഭിന്നിച്ചോട്ടെ അവിടെ ക്രൈസ്തവ വോട്ടുകൾ, അങ്ങനെയുള്ള തന്ത്രങ്ങൾ പോലും പയറ്റാം. അതുകൂടി ഉണ്ടാകുമോ സജി ചെറിയാന്റെ ഈ പ്രസ്താവനയിൽ? ഒന്നും അറിയാതെ അദ്ദേഹം ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തില്ലല്ലോ. ശ്രീ മഞ്ജുഷ്, താങ്കൾ പറഞ്ഞതുപോലെ ആള് സജി ചെറിയാൻ ആയതുകൊണ്ട് ഈ രണ്ട് പോസിബിലിറ്റിയും ഓപ്പൺ ആണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് രണ്ട് രീതിയിലുമാകാം. കാരണം നേരത്തെ തന്നെ തന്റെ വായിൽ കിടക്കുന്ന നാക്ക് അനാവശ്യമായ രീതിയിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ഭവിഷ്യത്താണ് ഉണ്ടാവുക എന്നതിനെ പറ്റി കൃത്യമായി അനുഭവിച്ച് പരിജ്ഞാനം നേടിയിരിക്കുന്ന ആളാണ് ശ്രീ സജി ചെറിയാൻ. അപ്പോൾ അതിനുശേഷമുള്ള അദ്ദേഹത്തിന്റെ സമ്മേളനങ്ങൾ, അത് എത്ര വലിയ സമ്മേളനമാണെങ്കിലും എത്ര ചെറിയ സമ്മേളനമാണെങ്കിലും അവിടെ അളന്ന് തൂക്കി കുറിച്ചൊക്കെ മാത്രമേ സംസാരിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് പ്രായോഗികമായി തന്നെ മനസ്സിലാക്കിയ ഒരാളാണ് ശ്രീ സജി ചെറിയാൻ. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ വീണ്ടും സംസാരിക്കുന്ന സമയത്ത് അത് നിശ്ചയിച്ചുറപ്പിച്ച കാര്യമല്ലേ സംസാരിച്ചിരിക്കുന്നത് എന്ന് സ്വാഭാവികമായിട്ടും നമുക്ക് സംശയിക്കാവുന്നതാണ്. പക്ഷെ ഇവിടെ നമ്മളൊരു കാര്യം ആലോചിച്ച് നോക്കേണ്ടത്, അദ്ദേഹത്തിന്റെ ആ സംസാരിച്ചിരിക്കുന്നതിന്റെ കോണ്ടെക്സ്റ്റ് മാത്രം നമ്മളൊന്ന് പരിശോധിച്ചാൽ, രാഷ്ട്രീയ നേതാക്കൾ നമ്മുടെ നാട്ടിലെ മതമേലധ്യക്ഷന്മാരെ കാണുന്നതോ എന്തെങ്കിലും ഒരു ചടങ്ങിലേക്ക് അവരെ ക്ഷണിക്കുന്നതോ ഒന്നും തന്നെ പുതുമയുള്ള ഒരു കാര്യമല്ല. അതൊക്കെ ഓരോരോ രാഷ്ട്രീയ പാർട്ടികളുടെ തീരുമാനങ്ങളാണ്. അപ്പോൾ അതിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു കണ്ണുകടി ആർക്കെങ്കിലും തോന്നിയിട്ട് കാര്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. തന്നെയുമല്ല, മണിപ്പൂർ വിഷയം ഇത്തരത്തിലുള്ള ഒരു ചടങ്ങിലേക്ക് പങ്കെടുക്കുന്ന സമയത്ത് അത് ഉന്നയിക്കുകയാണ് പ്രധാനം എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കുന്നത് എന്തായിരിക്കും? പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം മണിപ്പൂർ വിഷയം അവിടെ കത്തി നിൽക്കുന്ന സമയത്ത് ആൾക്കാരെ ഒന്ന് പാസിഫൈ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഒരു സ്നേഹവിരുന്നിന് അവരെ ക്ഷണിച്ചു എന്ന രീതിയിലത്തേക്കാണ് അതിനെ വ്യാഖ്യാനിക്കാനായിട്ട് പരോക്ഷമായിട്ട് ശ്രമിക്കുന്നത്. എന്നാൽ കേന്ദ്ര സർക്കാർ ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, പ്രധാനമന്ത്രി ആയിക്കോട്ടെ, നടാടെയല്ല ഇങ്ങനെ ക്രിസ്തീയ മതമേലധ്യക്ഷന്മാരെ ക്ഷണിക്കുന്നത്. നമുക്കറിയാമല്ലോ, ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ട് ലോകമൊട്ടാകെ അവർ ആഘോഷിക്കുന്ന രണ്ട് ഉത്സവങ്ങളാണ് അല്ലെങ്കിൽ രണ്ട് ചടങ്ങുകളാണ് അവർക്കുള്ളത്. അതിലൊന്ന് ഈസ്റ്ററും മറ്റൊന്ന് ക്രിസ്മസുമാണ്. ഈ വർഷം ആദ്യം തന്നെ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം 2023 ഏപ്രിലിൽ പ്രധാനമന്ത്രി തന്നെ ഒരു ചർച്ച് സന്ദർശിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. അതോടൊപ്പം തന്നെ കേരളത്തിലടക്കമുള്ള BJP നേതാക്കൾ ഇതേപോലെ തന്നെ ക്രിസ്തീയ മതമേലധ്യക്ഷന്മാരുമായി കൂടിക്കാഴ്ചകളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു.
അപ്പോൾ ആ സമയത്ത് മണിപ്പൂർ വിഷയം ഇല്ലാതിരുന്ന സമയത്ത് പോലും അതിനെ എതിർത്തുകൊണ്ട് പീപ്പിൾസ് ഡെമോക്രസി പോലെയുള്ള അവരുടെ മുഖ പ്രസിദ്ധീകരണങ്ങളിലൊക്കെ തന്നെ ലേഖനം എഴുതിയിരുന്ന പാർട്ടിയാണ് CPM എന്നുള്ളത് ആലോചിച്ച് നോക്കുക. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പ് ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ, അതല്ല എങ്കിൽ പ്രത്യേകിച്ച് ഒരു മതപരമായിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രീണനത്തിന്റെ സാധ്യതയില്ലാത്ത ഒരു സാഹചര്യത്തിൽ പോലും BJPക്കെതിരെ ഉപയോഗിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള ഒരു അനാവശ്യമായിട്ടുള്ള പ്രസ്താവന നടത്തിയിരിക്കുന്ന പാർട്ടിയാണ് CPM. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സജി ചെറിയാൻ ഒരു ഇന്റന്റോട് കൂടി പറഞ്ഞിരിക്കുന്നതാണോ അല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഓപ്ഷനാണ് കൂടുതൽ വെയിറ്റ് വരുന്നത്. കാരണം യാതൊരു വിധത്തിലുള്ള സാഹചര്യവും ഇല്ലാതെ പോലും, തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യം ഇല്ലാതെ പോലും ഇരിക്കുന്ന സമയത്ത് മതമേലധ്യക്ഷന്മാരെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ കാണുമ്പോൾ അതിനെതിരെ വളരെ വലിയ രീതിയിലുള്ള വിമർശനം പാർട്ടിയുടെ പ്രസിദ്ധീകരണങ്ങളിൽ തന്നെ ഇറക്കിയിരിക്കുന്നയാളാണ് ഇവർ. ഇപ്പൊ ഇവര് കൊണ്ടുവരുന്ന തെറ്റായിട്ടുള്ള ഒരു കോണ്ടെക്സ്റ്റ്. ഈ സമയത്ത് പക്ഷേ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഒരു സമയമാണല്ലോ. അപ്പോൾ ആ ഒരു ലക്ഷ്യം മുൻകൂട്ടി കണ്ടുകൊണ്ട് കൂടിയല്ലേ ഇത്തരത്തിൽ, അങ്ങനെ ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണല്ലോ BJP ഇങ്ങനത്തുള്ള ഒരു സ്നേഹവിരുന്നിലേക്ക് പോകുന്നത്. പ്രധാനമന്ത്രി നടത്തിയ സ്നേഹവിരുന്ന് മാത്രമല്ല, BJPയുടെ നേതാക്കൾ അരമനകൾ കയറുന്നു. ഇതെല്ലാം വരുന്നത് ഒരു രാഷ്ട്രീയ ലക്ഷ്യം മുൻകൂട്ടി കണ്ടുകൊണ്ടാണല്ലോ. ന്യൂനപക്ഷ വോട്ടുകൾ കൂടി വേണം BJPക്ക് ഒരു സീറ്റെങ്കിലും പിടിക്കുവാൻ എന്നുള്ള രീതിയിലുള്ള ഇലക്ട്രൽ പൊളിറ്റിക്സിലേക്ക് തന്നെയാണല്ലോ പോകുന്നത്. അപ്പോൾ അത് BJP കരുതിക്കൂട്ടി ചെയ്യുമ്പോൾ അതിനെ മറുവശത്ത് എതിർക്കുന്നതിന് വേണ്ടി CPM ഈ ആയുധം ഇറക്കുന്നു. അങ്ങനെയല്ലേ കാണേണ്ടത്? അപ്പോൾ സജിയുടെ പ്രസ്താവന അപ്പോൾ ആലോചിച്ച് ഉള്ളത് തന്നെയല്ലേ? അല്ല, ആ രീതിയിലും അതിനെ കരുതാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പ്രത്യേകിച്ച് ഒരു കോണ്ടെക്സ്റ്റ് ഇല്ലാതിരുന്ന സമയത്ത് പോലും, ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിനൊക്കെ വളരെ മുമ്പ് പറഞ്ഞിരുന്ന പ്രധാനമന്ത്രിയുടെ ആ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ 2024 മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ രാഷ്ട്രീയമായിട്ട് തന്നെ അതിനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നു എന്ന് പറയുന്നതിലൊന്നും തെറ്റുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ ചെയ്യുന്നതിലും തെറ്റുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലുകൾ മാത്രമല്ല, സാമൂഹ്യമായിട്ടുള്ള മതപരമായിട്ടുള്ള ഇടപെടലുകളൊക്കെ തന്നെ നടത്തുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ കഴിയുന്നത്. അപ്പോൾ പ്രധാനമന്ത്രി അവിടെ വിളിച്ചതുകൊണ്ടോ BJPക്കാർ ഈ ക്രിസ്തീയ മതമേലധ്യക്ഷന്മാരുമായിട്ട് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഡയലോഗിൽ ഏർപ്പെടുന്നതിലോ യാതൊരു വിധത്തിലുള്ള പ്രശ്നവുമില്ല എന്ന് തന്നെയല്ല, മണിപ്പൂർ പോലെയുള്ള സാഹചര്യം അവിടെ ഉള്ളപ്പോൾ, ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ അവിടെ നിലനിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള കൂടുതലായിട്ടുള്ള ചടങ്ങുകൾ ഉണ്ടാവുകയാണ് വേണ്ടത്. കാരണം സമാധാനപരമായിട്ടുള്ള സാഹോദര്യത്തിന്റെ ഒരു അന്തരീക്ഷത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം. പക്ഷെ ഇവിടെ ശ്രീ സജി ചെറിയാൻ പറയുന്ന, അല്ലെങ്കിൽ ഈ അടുത്ത കാലത്തായിട്ടുള്ള CPMന്റെ പല ആൾക്കാരുടെയും പ്രസ്താവനകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു തെറ്റായിട്ടുള്ള ഒരു പ്രവണതയുണ്ട്. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഒരു വിരുന്നിൽ പങ്കെടുക്കുന്നതിനോ അല്ലെങ്കിൽ അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനോ മറ്റുള്ള ആൾക്കാർക്ക് ഈ CPMകാരുടെ എന്തോ അനുവാദം വേണമെന്ന രീതിയിലത്തേക്കൊക്കെ ഇവരിങ്ങനെ അഭിപ്രായം പറഞ്ഞു വരികയാണ്. സത്യത്തിൽ ഞാൻ പറയുന്നത്, സഭ സജി ചെറിയാനോട് പോയി പണി നോക്കണം മിസ്റ്റർ എന്ന് പറയണമെന്നാണ്. പക്ഷേ സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ സംസ്കാരമല്ല സഭയിലുള്ള ആൾക്കാർക്ക്, ബിഷപ്പുമാർക്ക് എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് ആ നിലവാരത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതിന് പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പൊ ഇവിടെ സജി ചെറിയാന്റെ ഭാഷാ പ്രയോഗം നോക്കൂ. ബിഷപ്പുമാർക്ക് രോമാഞ്ചമുണ്ടായി എന്നാണ് പറയുന്നത്. അപ്പൊ ഈ രോമാഞ്ചം ഉണ്ടാവുക എന്ന് പറയുന്ന പദം ബിഷപ്പുമാരെ സംബന്ധിച്ചിടത്തോളം അത് ഉപയോഗിക്കേണ്ടതാണോ എന്നുള്ളത് അദ്ദേഹം തന്നെ ആലോചിക്കേണ്ടതാണ്. രണ്ട്, വൈനിന് പറയുന്നത് മുന്തിരി വാറ്റിയത് എന്നാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇടതുപക്ഷക്കാരുടെ ആസ്ഥാന പാനീയമുണ്ട്, അത് കട്ടൻ ചായയാണ്, അതിന് തേയില വാറ്റിയത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇത് പുന്നപ്രയിൽ വെച്ച് ഇത് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ആലപ്പുഴ ജില്ലയിൽ വെച്ച് ഇത് സംസാരിക്കുമ്പോൾ ആ ചടങ്ങിലേക്ക് ശ്രീ G. സുധാകരനെ ക്ഷണിക്കാതിരുന്നത് തേയില വാറ്റിയതും അല്ലെങ്കിൽ പരിപ്പ് വട കൊണ്ടുള്ള കേക്കും ഒക്കെ കഴിക്കുമ്പോൾ ഉള്ള രോമാഞ്ചം കുറവായതുകൊണ്ടൊന്നും അല്ലല്ലോ. അപ്പൊ ഇവിടെ ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങളും അവിടെ ഉണ്ട്. അതിനെ ഒരുപക്ഷെ ആൾക്കാർ ചോദ്യം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ മറ്റൊരു വിഷയത്തിനെ പർവ്വതീകരിച്ച് കാണിക്കുക തുടങ്ങിയ കാര്യങ്ങളുണ്ട്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ പ്രധാനമന്ത്രിയുടെ ചടങ്ങ് നടക്കുന്നു, അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ക്ഷണം കിട്ടുന്ന സമയത്ത് ബിഷപ്പുമാർ മണിപ്പൂർ വിഷയമാണ് അവിടെ ഉന്നയിക്കേണ്ടത് എങ്കിൽ നമ്മുടെ നാട്ടിലെ മുഖ്യമന്ത്രി ഇതേപോലെ തന്നെ വിരുന്നുകൾ നടത്താറുണ്ട്. പലപ്പോഴും ഇങ്ങനെയുള്ള വിവിധ മതങ്ങളിലുള്ള ആൾക്കാരെയൊക്കെ തന്നെ ക്ഷണിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ബിഷപ്പുമാർക്ക് ഒരു ഇൻവൈറ്റ് കിട്ടുന്ന സമയത്ത് എന്തൊക്കെ ചോദിക്കാം? ഇപ്പൊ സുപ്രീം കോടതി പറഞ്ഞതിന് ശേഷവും സഭാതർക്കം പരിഹരിക്കാനായിട്ട് നേരിട്ട് ഇടപെടണം എന്ന് പറഞ്ഞ് ഡയറക്റ്റീവ് ഓർഡർ ഉണ്ടായതിനു ശേഷവും അതിന് ശ്രമിക്കാഞ്ഞത് എന്താണ് ചേട്ടാ എന്ന് വേണമെങ്കിൽ ബിഷപ്പുമാർക്ക് ചോദിക്കാമല്ലോ. അത് മാത്രമല്ല, ഈ സഭാപ്രതിനിധികൾ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ശ്രീജിത്ത് പണിക്കർ, നവകേരള സദസ്സിലെ പൗരപ്രമുഖരുടെ യോഗത്തിൽ സഭാപ്രതിനിധികൾ പങ്കെടുത്തിട്ടുമുണ്ട്. ഇന്ന് സഭ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്, പ്രധാനമന്ത്രി വിളിക്കുന്ന യോഗങ്ങളിൽ മാത്രമല്ല, അല്ലെങ്കിൽ വിരുന്നിൽ മാത്രമല്ല ഞങ്ങൾ പങ്കെടുക്കുന്നത്, മുഖ്യമന്ത്രി വിളിക്കുന്ന വിരുന്നുകളിലും ഞങ്ങൾ പങ്കെടുക്കുന്നുണ്ടല്ലോ എന്ന്. അപ്പോൾ ഇതൊന്നും അറിയാൻ വയ്യാഞ്ഞിട്ടല്ല സജി ചെറിയാന്റെ ഈ പ്രസ്താവന. സജി ചെറിയാൻ ഈ സമീപകാലത്ത് നടത്തിയ മറ്റൊരു പ്രസ്താവനയാണല്ലോ ഇപ്പോൾ മറിയക്കുട്ടിയെ കുറിച്ച് പറഞ്ഞത് കാര്യം. അതെ 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 നോക്കൂ, അതായത് സമൂഹത്തിൽ പല തട്ടുകളിലുള്ള പല മേഖലകളിൽ ഇടപെടുന്ന ആൾക്കാരെ എല്ലാം തന്നെ അവഹേളിക്കാനായിട്ടുള്ള
ഒരു ശ്രമം ഇവിടെ നടക്കുന്നുണ്ട്. ആ ശ്രമം എന്ന് പറയുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ കരുതിക്കൂട്ടി ചെയ്തിരിക്കുന്നത് എന്ന് വേണം നമുക്ക് പറയാൻ. ഇപ്പോൾ ഇത് ഖേദം പ്രകടിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തെ കൊണ്ട് നിർബന്ധമായിട്ട് മാപ്പ് പറയിപ്പിച്ചിട്ടോ ഇത് ഒത്തുതീർപ്പാക്കേണ്ടുന്ന ഒരു സംഗതിയാണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം നമ്മുടെ നാട്ടിലെ ഭരണഘടനയെ, വിവിധ മതങ്ങളെ, മതമേലധ്യക്ഷന്മാരെ ഒക്കെ തന്നെ നിരന്തരം ആക്ഷേപിക്കുന്ന, വിമർശിക്കുന്ന എന്നുള്ള പദമല്ല ഞാൻ ഉപയോഗിക്കുന്നത്. വിമർശിക്കുക എന്നുള്ളത് എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. പക്ഷെ അവരെ നിരന്തരം ആക്ഷേപിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരാളിനെ മാപ്പ് പറഞ്ഞിട്ട് വീണ്ടും മന്ത്രിസഭയിൽ അവിടെ കസേരയിൽ ഇരുത്തുകയല്ല, നേരെ മറിച്ച് മന്ത്രിസഭയിൽ നിന്ന് തൂത്തെറിയുകയാണ് വേണ്ടത്. അങ്ങനെ ചെയ്യാനായിട്ട് ഇടതുപക്ഷവും മുഖ്യമന്ത്രിയും തയ്യാറാകുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. പക്ഷേ കഴിഞ്ഞാൽ ഈ സജി ചെറിയാൻ ഈ പ്രസ്താവന നടത്തിയതിനു ശേഷം മുഖ്യമന്ത്രി ഇതേ കാര്യത്തിൽ തന്നെ, ഈ സ്നേഹവിരുന്നിന്റെ കാര്യത്തെക്കുറിച്ച് ഇന്ന് അഭിപ്രായ പ്രകടനം നടത്തുകയുണ്ടായി. അതിൽ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനത്തെ വിരുന്നുകളിൽ പങ്കെടുക്കുന്നതിന് മുൻപ് ആലോചിക്കണം എന്നാണ്. അത് മണിപ്പൂർ വിഷയം പരാമർശിച്ചുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് അവിടെ ഒരു തിരുത്തലൊന്നും ഉണ്ടാവുകയില്ല എന്ന കാര്യത്തിൽ സംശയം വേണ്ട. പിന്നെ ഈ രോമാഞ്ച പ്രയോഗത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയാൽ അത്രയുമായി, അതേ ഉള്ളൂ. അല്ല, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ മഞ്ജുഷ്, എങ്ങനെയാണ് മുഖ്യമന്ത്രി തിരുത്തുന്നത്? ഇപ്പോൾ ബിഷപ്പുമാരെ എല്ലാവരെയും കൂടി ചേർന്നിട്ട് അവർക്ക് രോമാഞ്ചം ഉണ്ടാകുന്നു എന്ന് പറയുന്ന ഒരു പ്രസ്താവനയെ മുഖ്യമന്ത്രി ഇടപെട്ട് തിരുത്തുകയാണ് അല്ലെങ്കിൽ അദ്ദേഹത്തെ ശാസിക്കുകയാണ് എന്ന് നമുക്ക് എങ്ങനെ പ്രതീക്ഷിക്കാൻ കഴിയും? ഒരു ബിഷപ്പിനെ നികൃഷ്ടജീവി എന്ന് വിളിച്ച ഒരാളിന് മറ്റൊരാളിനെ ഇതേപോലെ തന്നെ ബിഷപ്പുമാരെ അവഹേളിച്ചതിനെ വിമർശിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ധാർമ്മിക അവകാശമാണ് അവശേഷിക്കുന്നത്? അപ്പൊ അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊരു നിലപാടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ വർഷം ആദ്യം ഏപ്രിൽ ഈസ്റ്റർ ഉണ്ടായിരുന്ന സമയത്ത് ഇതേപോലെ തന്നെ BJP-ക്കാർ, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇങ്ങനെ ഒരു റീച്ച് ഔട്ട് പ്രോഗ്രാം നടത്തുന്നു. അത്തരത്തിലുള്ള ഔട്ട്റീച്ച് പ്രോഗ്രാമുകൾക്ക് പോലും അത് വളരെ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ആ ചെയ്യുന്നത് എന്തോ വലിയ കുറ്റമാണ് എന്ന് പറഞ്ഞിരിക്കുമ്പോൾ അവർക്ക് സമൂഹത്തിന്റെ ഒരു സോഷ്യൽ ഫാബ്രിക്, ഒരു റിലീജിയസ് ഫാബ്രിക് ആ രീതിയിൽ നിലനിൽക്കണം എന്നുള്ള ആഗ്രഹമല്ല. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മജോറിറ്റി വരുന്ന ഒരു കമ്മ്യൂണിറ്റി ഉള്ള ഒരു പാർട്ടി, ഹിന്ദുത്വ എന്ന് പറയുന്ന ആശയം പ്രകടമായിട്ടുള്ള ഒരു പാർട്ടി, ന്യൂനപക്ഷങ്ങളിലേക്ക് ഒരു ഔട്ട്റീച്ച് പ്രോഗ്രാം അവർ നടത്തുകയല്ലേ വേണ്ടത്? അതിനെ പ്രോത്സാഹിപ്പിക്കുകയല്ലേ വേണ്ടത്? അതിന് വൈകിട്ടുണ്ടെങ്കിൽ, പ്രധാനമന്ത്രി അധികാരത്തിൽ വന്നിട്ട് 9 വർഷത്തിന് ശേഷമാണ് അത് ആരംഭിക്കുന്നത് എങ്കിൽ അതിനെ വിമർശിക്കാം, അത് രാഷ്ട്രീയമായിട്ടുള്ള വിമർശനമാണ്. പക്ഷെ അവരത് ചെയ്യുന്ന സമയത്ത് ഇതെന്തോ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്, നിങ്ങളിവിടെ പങ്കെടുക്കാൻ പാടില്ലാത്ത കാര്യമാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇതിൽ ആർക്കും ധാർമ്മികത അവശേഷിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം മുഖ്യമന്ത്രിയെ സംബന്ധിച്ചാണെങ്കിൽ അദ്ദേഹത്തിന്റെ പല പ്രസ്താവനകളും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ ഈ മുൻപേ ഗമിച്ചിടുന്ന ഗോവു തന്റെ പിൻപേ ഗമിക്കും ബഹു ഗോക്കളെല്ലാം എന്നൊക്കെ പറയുന്നത് പോലെ മറ്റൊരാൾ അതേ രീതിയിലുള്ള ഒരു കാര്യത്തിനെ വേറൊരു രീതിയിൽ തൻ്റെതായിട്ടുള്ള ശൈലിയിൽ അല്ലെങ്കിൽ സംസ്കാരത്തിന് ചേരുന്ന രീതിയിലത്തേക്കൊക്കെ അതിനെ വിവക്ഷിച്ചു കഴിഞ്ഞാൽ അവരെ പിന്നെ ശാസിക്കുന്നതിന് വേണ്ടിയിട്ടോ സിറ്റ് ഡൗൺ എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടോ ഒക്കെ ധാർമ്മികത അവശേഷിക്കുന്ന ആരെങ്കിലും തന്നെ ആ പാർട്ടിയുടെ തലപ്പത്ത്. ഫാദർ ഫിലിപ്പ് കബീൽ കൂടി ചേരുകയാണ്. അദ്ദേഹം കത്തോലിക്ക കോൺഗ്രസിന്റെ ഗ്ലോബൽ ഡയറക്ടറാണ്. ഹസ്കർ, ഞാൻ താങ്കളിലേക്ക് വരാം. അതിനു മുമ്പ് ഫാദർ ഫിലിപ്പിന്റെ അഭിപ്രായം കൂടി ഈ വിഷയത്തിൽ. ഫാദർ ഫിലിപ്പ് കബീൽ, സജി ചെറിയാൻ മന്ത്രി നടത്തിയിരിക്കുന്ന ഈ പ്രസ്താവന, അതിനെ എതിർത്തുകൊണ്ട് ആദ്യം രംഗത്തെത്തിയിരിക്കുന്നത് KCBC ആണല്ലോ. പക്ഷേ സജി ചെറിയാൻ പറഞ്ഞിരിക്കുന്നത് ബിഷപ്പുമാർക്കെതിരെയാണ്. ബിഷപ്പുമാർ ഇങ്ങനെ BJP നേതാക്കൾ വിളിക്കുന്ന സ്ഥലങ്ങളിലേക്ക് പോകുന്നു, അവിടെ കേക്കും മുന്തിരി പാറ്റിയതും കഴിക്കുന്നു, അതോടുകൂടി മണിപ്പൂർ നിങ്ങൾ മറന്നു പോകുന്നു. ഇതാണ് മന്ത്രി സജി ചെറിയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് സഭാ നേതൃത്വത്തോടാണ് അദ്ദേഹത്തിൻ്റെ ഈ വിമർശനവും പരിഹാസവും, സഭാംഗങ്ങളോടല്ല, അൽമായരോടല്ല. അങ്ങനെ കാണാമല്ലോ. തീർച്ചയായും ഞാൻ ഈ ചർച്ചയുടെ ആദ്യ ഭാഗം നിർഭാഗ്യവശാൽ എനിക്ക് കേൾക്കാൻ സാധിച്ചില്ല. ഇപ്പോൾ വന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഇതുവരെയുള്ള കാര്യങ്ങൾ എന്താണ് സംഭവിച്ചത് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും ഞാൻ എൻ്റെ അഭിപ്രായം പറയുകയാണ്. ഇതിൻ്റെ അകത്ത് ഒരു കാര്യമുള്ളത്, ബഹുമാനപ്പെട്ട മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ സ്വന്തം അഭിപ്രായമാണോ അതോ ഇടതു മുന്നണിയുടെ അഭിപ്രായമാണോ എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അത് ഇടതു മുന്നണിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണത് പറയേണ്ടത്. ഈ സജി ചെറിയാൻ പെട്ടെന്നൊരു ആവേശത്തിന് അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ സ്വഭാവ ശൈലി വെച്ച് പറഞ്ഞു പോയതാണോ? അങ്ങനെയെങ്കിൽ തെറ്റാണെന്ന് അദ്ദേഹത്തിന് തോന്നുമെങ്കിൽ തിരുത്തേണ്ടതാണ്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, മനുഷ്യരോട് സംസാരിക്കുമ്പോൾ മാന്യമായിട്ട് സംസാരിക്കാൻ എല്ലാവർക്കും കടമയുണ്ട്. അത് രാഷ്ട്രീയക്കാരാണെങ്കിലും മത നേതാക്കളാണെങ്കിലും മറ്റു മനുഷ്യരാണെങ്കിലും നമ്മളൊരു മാന്യത പുലർത്തണം. ഈ വീഞ്ഞു കുടിക്കാൻ അവിടെ പോകേണ്ട കാര്യമുണ്ടോ? അങ്ങനെയൊക്കെ പറയുക എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തെ മുഴുവൻ അടച്ചാക്ഷേപിക്കുന്ന തുല്യമാണ്. നേരത്തെ ശ്രീജിത്ത് പണിക്കർ പറയുന്നത് ഞാൻ അവസാനം കേട്ടു. അതായത് ഈ മുഖ്യമന്ത്രി വിളിച്ച കാര്യം ഞാൻ എന്നോട് നേരത്തെ ന്യൂസിന്റെ സമയത്ത് ചോദിച്ചപ്പോൾ അത് പറഞ്ഞു. ഇവിടുത്തെ കേരള മുഖ്യമന്ത്രി വിളിക്കുമ്പോൾ ഞങ്ങൾ ആരും അത് മാർക്സിസ്റ്റുകാർ വിളിച്ചതായിട്ട് പറഞ്ഞല്ല പോയത്. കേരളത്തിലെ മുഖ്യമന്ത്രി വിളിക്കുമ്പോൾ ഈ നാട്ടിലെ പൗരന്മാരെന്ന നിലയിൽ ഞങ്ങൾ അതിന് ബഹുമാനിക്കുക, അതിന് പോവുകയും ചെയ്തു. അതിന് ചില ആളുകൾ അന്ന് കുറ്റപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതും ഞാൻ ഈ കൂട്ടത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്.
അപ്പോൾ ഞങ്ങൾ കൃത്യമായ വിശദീകരണം പറഞ്ഞു. നമ്മളുടെ ഒരു ആവശ്യങ്ങൾ, ഈ നാട്ടിൽ താമസിക്കുന്ന പൗരന്മാരുടെ ആവശ്യങ്ങൾ ഈ നാട്ടിലെ ഭരണാധികാരികളുടെ മുമ്പിലല്ലേ അവതരിപ്പിക്കേണ്ടത്, അല്ലാതെ പാകിസ്ഥാനിൽ പോയാലല്ലേ അവതരിപ്പിക്കേണ്ടത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി അതേത് പാർട്ടി ആയിക്കോട്ടെ, BJP ആയിക്കൊള്ളട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, ഇനി ഒരുപക്ഷെ മാർക്സിസ്റ്റ് ഗവൺമെന്റ് വരുവാണ്, മാർക്സിസ്റ്റ് ആയിക്കോട്ടെ, അദ്ദേഹം ഈ നാട്ടിലെ പൗരപ്രമുഖന്മാരെ അല്ലെങ്കിൽ ആളുകളെ വിളിക്കുമ്പോൾ നിങ്ങൾ ഇന്ന പാർട്ടിയാണെന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഒരു പ്രധാന സ്ഥലത്തിരിക്കുന്ന ഒരാൾക്ക് ചേർന്നതല്ല എന്ന് പച്ചയ്ക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കാം. കത്തോലിക്ക കോൺഗ്രസ് എന്ന കത്തോലിക്ക സമുദായ സംഘടന അതിനെക്കുറിച്ച് വളരെയധികം ഭിന്നരാണ്, ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾക്ക്. ഞാൻ ഇന്ന് തന്നെ പലരും എന്നോട് ഗ്ലോബൽ തലത്തിലുള്ള ആളുകൾ വിളിച്ചു പറഞ്ഞു, അച്ഛാ ഇതിനെതിരെ നമ്മൾ പ്രതികരിക്കണം, അത് മോശമായ ഒരു പെരുമാറ്റമായി. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് ഈ സജി ചെറിയാൻ എന്ന വ്യക്തിയുടെ പിൻകാല ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത കൊണ്ട് പറഞ്ഞതാണ്, അതോ ഇടതുപക്ഷത്തിലെ ഗവൺമെന്റിന്റെ ഔദ്യോഗിക നിലപാടാണ് എന്ന് നമ്മൾ അറിയണം. ഒരാളൊരു തെറ്റ് പറഞ്ഞതുകൊണ്ട് നമ്മൾ ആ ഭാഗത്തെ മുഴുവൻ അധിക്ഷേപിക്കേണ്ട കാര്യമില്ലതാണ്. ഇപ്പൊ ഞാനൊരു സംസാരിക്കുമ്പോൾ എന്റെ ഭാഗത്തു നിന്ന് ഒരു പിഴവ് വന്നെങ്കിൽ ഞാനെന്ന വ്യക്തിയാണ് അത് വരുത്തിയത്. പക്ഷെ പാർട്ടിയുടെ നിലപാടും ഇക്കാര്യത്തിൽ ക്ഷമിക്കണം ഫാദർ ഫിലിപ്പ് കബീൽ, ഇക്കാര്യത്തിൽ പാർട്ടിയുടെ നിലപാടും ഇത് തന്നെയാണ്. സഭാ നേതൃത്വം പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുക്കുന്നത് ശരിയായില്ല എന്ന് തന്നെയാണ് CPM-ഉം നിലപാടെടുത്തിരിക്കുന്നത്. അതേസമയം കോൺഗ്രസ് മറിച്ചാണ് നിലപാടെടുത്തിരിക്കുന്നത്. അങ്ങനെയൊരു വിരുന്നിൽ പങ്കെടുത്തത് കൊണ്ട് അപാകതയില്ല എന്നാണ്. അപ്പോൾ പിന്നെ സജി ചെറിയാൻ പറഞ്ഞത് പാർട്ടിയുടെ നിലപാട് തന്നെയാണ്, അതിനെക്കുറിച്ച് കൂട്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. പാർട്ടിയുടെ നിലപാടാണ് അതെങ്കിൽ അതിനോട് ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്, ശക്തമായ വിയോജിപ്പുണ്ട്. ഈ കേരളത്തിലെ കത്തോലിക്ക കോൺഗ്രസ്, അതായത് കേരളത്തിലെ കത്തോലിക്ക സമുദായ സംഘടനയിലെ അംഗങ്ങൾ അതിനെപ്പറ്റി വളരെ കൃത്യമായി നിശ്ചിതമായ വിമർശനം എന്ന് പറയുകയുണ്ട്. കാരണം അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാൻ ആർക്കാണ് അധികാരമുള്ളത്? അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അല്ല, വേറെ പാർട്ടി പ്രസിഡന്റ് വിളിച്ച ഒരു മീറ്റിംഗ് ആണെന്ന് വെച്ചു. ഈ BJP-യുടെ പാർട്ടി പ്രസിഡന്റ് വിളിച്ച ഒരു മീറ്റിംഗിൽ സംബന്ധിച്ചതാണെങ്കിൽ അതിന് വേറൊരു മാനമാണ്. പക്ഷെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വിളിക്കുമ്പോൾ ഒരു ഭരണാധികാരി വിളിച്ചതാണ്. സെയിം കാര്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. കേരള മുഖ്യമന്ത്രി നമ്മളെ വിളിക്കുമ്പോൾ ഈ ക്രിസ്മസിനോടനുബന്ധിച്ച് ഒരു ആഘോഷത്തിൽ വിളിക്കുക. ഞാൻ മറ്റൊരു നിസ്സാര ചോദ്യം ചോദിക്കട്ടെ. നമ്മൾ ഇവിടെ ഇഫ്താർ വിരുന്നുകൾ നടത്താറുണ്ട്. അപ്പൊ ഇഫ്താർ വിരുന്നുകൾക്ക് നമ്മൾ പോകുമ്പോൾ അതിനൊരു മതപരമായ വ്യാഖ്യാനമാണ് നമ്മൾ കൊടുക്കുന്നത്, ഒരു സാമൂഹികപരമായ സൗഹൃദത്തിന്റെ വ്യാഖ്യാനമാണ് കൊടുക്കുന്നത്. നമ്മുടെ ഈ നാട്ടിലെ മതങ്ങൾ തമ്മിൽ സ്നേഹത്തിലും ഐക്യത്തിലും ജീവിക്കണം. ഒരാൾ ഒരു മതത്തിൽ വിശ്വസിക്കുന്നു എന്നതുകൊണ്ട് ആ ആളെ മാറ്റി നിർത്താൻ പാടില്ല, അത് ശരിയായ നടപടിയല്ല. എല്ലാ മതങ്ങൾക്കും അതിൻ്റെതായ വിലയും സാധുതയും ഉണ്ട്. നമ്മൾ മറ്റുള്ളവരെ ബഹുമാനിക്കാൻ പഠിക്കണം. അതാണ് നമ്മുടെ ഭാരതത്തിന്റെ ഒരു കാഴ്ചപ്പാട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഇടതുപക്ഷത്തെ പറ്റി പറയുമ്പോൾ മാർക്സിസ്റ്റ് ചിന്താഗതി പുലർത്താത്ത ആളുകളെ എല്ലാം ഇവിടുന്ന് ഓടിക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയാണ് ഈ നാട്ടിൽ ആർക്കെങ്കിലും ജീവിക്കാൻ പറ്റുമോ? നമ്മൾ പരസ്പരം ബഹുമാനമുള്ളവരും പരസ്പരം അംഗീകരിക്കുന്നവരുമായിരിക്കണം. ഒരു നാട്ടില് ഒരു ഗവൺമെന്റ് തെരഞ്ഞെടുക്കപ്പെട്ട അധികാരത്തിൽ വന്നാൽ അവർ പിന്നെ ആ പാർട്ടിയുടേതല്ല എന്നാണ് നമ്മളൊക്കെ കരുതുന്നത്. പിണറായി വിജയൻ എന്ന ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയെ ഒരു മാർക്സിസ്റ്റ് ആയിട്ടല്ല ഞാൻ കാണുന്നത്. ശ്രീ പിണറായി വിജയൻ ഈ കേരളത്തിലെ എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി BJP-യുടെ ആളായിട്ടല്ല ഞാൻ കാണുന്നത്. അദ്ദേഹത്തിന് തീർച്ചയായിട്ടും BJP-യുടേതായ കാഴ്ചപ്പാടുകൾ ഉണ്ടായിരിക്കും, കാരണം ആ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആളാവും. പക്ഷെ ഒരിക്കലും അദ്ദേഹം പ്രധാനമന്ത്രി ആയി കഴിഞ്ഞാൽ ഈ നാടിന്റെ ഭരണാധികാരിയാണ്. ആ ഭരണാധികാരിയുടെ അടുത്തല്ലാതെ നമ്മൾ നമ്മളുടെ ബുദ്ധിമുട്ടുകൾ എവിടെ പറയും? ഇനി മണിപ്പൂർ വിഷയത്തെക്കുറിച്ച് നിങ്ങൾ ഇവിടെ പറയുന്നത് ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. മണിപ്പൂർ വിഷയത്തെക്കുറിച്ച് ശക്തമായി പ്രതികരിച്ച ഒരു സമൂഹമാണ് കത്തോലിക്ക സമൂഹം. ഞാൻ തന്നെ അതിനെക്കുറിച്ച് പല സ്ഥലത്ത് പ്രസംഗിച്ചിട്ടുണ്ട്. അത് ഇതുമായിട്ട് കൂട്ടിക്കൊടുക്കേണ്ട കാര്യം എന്താണ് ഇരിക്കുന്നത്? നമ്മൾ ഒരു കാലത്ത് ഒരു കാര്യം നമ്മൾക്ക് ചേരാത്ത കാര്യം പറഞ്ഞത് കൊണ്ട് ആ ആളെ നിത്യകാലത്തേക്ക് അകറ്റി നിർത്തണമെന്ന് പറയുന്നത് എന്ത് രീതിയാണ്? അങ്ങനെ പോയാൽ നമുക്ക് ആർക്കെങ്കിലും ഇവിടെ ജീവിക്കാൻ പറ്റുമോ? ശരി ശരി ഫാദർ ഫിലിപ്പ് കബീൽ. അഡ്വക്കേറ്റ് BN ഹസ്കർ, ഇപ്പോൾ കേക്കും മുന്തിരിവാറ്റും കഴിക്കുന്നതിന് വേണ്ടി പ്രധാനമന്ത്രി വിളിച്ച സ്നേഹവിരുന്നിൽ പങ്കെടുക്കേണ്ട ആവശ്യമില്ല ബിഷപ്പുമാർക്ക്, അവർക്ക് സ്വന്തമായിട്ട് അത് കിട്ടും. ഈ തരത്തിൽ ഒരു മന്ത്രി അഭിപ്രായ പ്രകടനം നടത്തുന്നത് ശരിയായ കാര്യമല്ലല്ലോ. മഞ്ജുഷേ, ഒരിക്കൽ മുൻ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആസാം എന്ന് പറയുന്ന കുന്നിൻ പ്രദേശം സന്ദർശിക്കാൻ, അവിടെ ക്രിസ്ത്യൻ പാതിരിമാർ നടത്തുന്ന വിദ്യാലയങ്ങളും ആശുപത്രികളും സന്ദർശിച്ചതിന് ശേഷം അദ്ദേഹം വളരെ അഭിനന്ദനമർഹിക്കുന്ന പ്രവൃത്തിയാണ് നിങ്ങൾ ക്രിസ്ത്യൻ പാതിരിമാർ ചെയ്യുന്നത്.
പക്ഷേ അതിന്റെ മറവിൽ മതപരിവർത്തനം നടത്തുന്നതിനുള്ള ശ്രമം നടത്തരുത് എന്ന് വിമർശിച്ചിരുന്നു. ഉടൻ തന്നെ ആ വിരുന്നിൽ പങ്കെടുത്ത ആ ചടങ്ങിൽ പങ്കെടുത്ത മറ്റൊരു പാതിരി മറുപടിയായി പറഞ്ഞത്, ഞങ്ങൾ ഇത്രയും ദൂരം വന്ന് ഇത്രയധികം പണം ചിലവഴിച്ച് ഇവിടെ സാമൂഹ്യ പ്രതിബദ്ധത നടപ്പിലാക്കാൻ വേണ്ടിയിട്ടല്ല, യേശു ക്രിസ്തുവിന്റെ അനുയായികളെ വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടിയാണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ പറയുന്ന പാരഗ്രാഫ് എന്ന് പറയുന്നത് പുലിനഖങ്ങൾ പുറത്തു വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലെ BJPയുടെ രാഷ്ട്രീയ ധാരയ്ക്ക് അടിത്തറയായിട്ടുള്ള ഗുരുജി ഗോൾവാർക്കറുടെ വിചാരധാര എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ഭാഗമായി പറഞ്ഞു വരുന്ന പുസ്തകത്തിൽ നിന്നുള്ള ഉദ്ധരണിയാണ് ഞാനിപ്പോ പറഞ്ഞത്. ആ പുസ്തകത്തിലെ കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹവും ഇന്ത്യയിലെ ക്രിസ്ത്യൻ സമൂഹവും അവശ്യം വായിച്ചിരിക്കേണ്ട ഒരു അധ്യായമുണ്ട്. അധ്യായം 20, പേജ് നമ്പർ 229 മുതൽ 235 വരെയുള്ള ആ ഭാഗം ആഭ്യന്തര ശത്രുക്കൾ പാർട്ട് 2 ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞ് ഗുരുജി ഗോൾവാർക്കർ എഴുതി വെച്ചിരിക്കുന്നു. ഇതാണ് ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം. ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾ ക്രിസ്തുമത പ്രവർത്തനം നടത്തുന്നത് മതപരിവർത്തനത്തിനാണെന്നും അവർ ലോകത്താകമാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് മതപരിവർത്തനത്തിനാണെന്നും അതുകൊണ്ട് ഇന്ത്യയുടെ ദേശീയതയ്ക്ക് അത് ഏറ്റവും വലിയ വെല്ലുവിളികളാണെന്നും പറഞ്ഞു വെച്ചിരിക്കുന്നത് BJPയുടെ രാഷ്ട്രീയധാരയാണ്. ഒന്നാമതായി ക്രിസ്ത്യൻ സമൂഹം മനസ്സിലാക്കേണ്ടത് തങ്ങളെ ആഭ്യന്തര ശത്രുക്കൾ എന്നു കാണുന്ന ഒരു വിഭാഗത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരു പ്രധാനമന്ത്രി വിളിച്ചിട്ടുള്ള ചടങ്ങ്. നിങ്ങൾക്കിപ്പോൾ വളരെ വിശാലമായി പറയാൻ കഴിയും, പ്രധാനമന്ത്രി വിളിച്ച ചടങ്ങ് മുഖ്യമന്ത്രിമാർ വിളിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാം. മണിപ്പൂർ എന്ന് പറയുന്ന കത്തുന്ന പ്രശ്നത്തിൽ ഇന്ത്യ ഒട്ടാകെ ഒരേ വികാരം പ്രകടിപ്പിച്ചു, ലോകത്താകമാനം ഒരേ വികാരം പ്രകടിപ്പിച്ചു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു വാക്കും വേണ്ടിയും ഇന്ത്യയുടെ പ്രധാനമന്ത്രി മണിപ്പൂരിലേക്ക് ഒരു ദിവസം 1 മണിക്കൂർ അദ്ദേഹം ഒന്ന് പോയി കണ്ടിരുന്നു, മണിപ്പൂരിലെ ജനങ്ങളോട് സംസാരിച്ചിരുന്നു. അപ്പൊ അതിനെ സംബന്ധിച്ച് ആ വിരുന്നിൽ പങ്കെടുത്തുകൊണ്ട് ചോദിക്കാനുള്ള ആർജവം ആ പാതിരിമാർക്ക്, ആ ആദരണീയരായ പുരോഹിതന്മാർക്ക് ഉണ്ടാവേണ്ടതല്ലേ എന്നുള്ള സംശയമായിരുന്നു സഖാവ് സജി ചെറിയാൻ ഉന്നയിച്ചത്. അത് സഖാവ് സജി ചെറിയാൻ ഉന്നയിച്ചപ്പോ അതേതോ അക്ഷന്തവ്യമായ അപരാധമാണെന്ന് തെറ്റിദ്ധരിക്കുന്നിടത്താണ് നമ്മുടെ പ്രശ്നം. അദ്ദേഹത്തിന്റെ ഭാഷാപ്രയോഗങ്ങളിൽ ചിലപ്പോൾ ഒരുപക്ഷെ ഉപയോഗിച്ച വാക്കുകളെ സംബന്ധിച്ച് നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. പക്ഷെ ഇതിന്റെ ആശയത്തെ സംബന്ധിച്ച് അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ 2 തലത്തിൽ നിന്ന് വേണം നാം ചിന്തിക്കാൻ. ഒന്ന്, ഞാൻ ഈ പറഞ്ഞ ആഭ്യന്തര ശത്രുക്കൾ ഭാഗം 2 എന്ന് പറഞ്ഞ്, പക്ഷേ ഈ ആഭ്യന്തര ശത്രുക്കൾ എന്ന് പറയുമ്പോൾ അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരും ക്രൈസ്തവരും തമ്മിൽ അത്ര നല്ല ബന്ധത്തിലായിരുന്നില്ലല്ലോ. അല്ല, ഞാൻ അതിൽ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചും കൃത്യമായി ഇതു തന്നെയാണ് ഈ വിചാരധാരയിൽ എഴുതി വെച്ചിട്ടുള്ളത്. പക്ഷെ വിചാരധാരയുടെ അവസാനം കേരളത്തിലെ ഒന്നാം EMS മന്ത്രിസഭയെ അധികാരത്തിൽ നിന്ന് പിന്തള്ളുന്നതിനു വേണ്ടി ക്രിസ്തീയ സമൂഹം നടത്തിയിട്ടുള്ളതായിട്ടുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പാതിരിമാർ നടത്തിയിട്ടുള്ള, പുരോഹിതന്മാർ നടത്തിയിട്ടുള്ള പ്രവൃത്തികളെ സംബന്ധിച്ചും വിചാരധാരയിൽ തന്നെ പറയുന്നുണ്ട്. അവർക്ക് തങ്ങളുടേതായ രാജ്യം വരണം, തങ്ങളുടേതായ സംസ്ഥാനം വരണം, അധികാരം പിടിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. അത് തന്നെയാണ്. അല്ല, അപ്പോൾ ആ കാലമല്ല ഈ കാലം, കാലത്തിൽ മാറ്റം വന്നിട്ടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ എങ്ങനെ ആശയം ഞങ്ങൾ നിങ്ങൾക്ക് അടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ ക്രൈസ്തവ സമൂഹവുമായിട്ട്, പിൽക്കാലത്ത് നിങ്ങൾക്ക് അടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ ക്രൈസ്തവ സമൂഹവുമായിട്ട്. അങ്ങനല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആഭ്യന്തര ശത്രുക്കളായിട്ടല്ലല്ലോ ക്രിസ്ത്യാനികളെ കാണുന്നത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ശരി അങ്ങനെയാണെങ്കിൽ താങ്കളുടെ ഈ വിവരണത്തിൽ നിന്ന് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങൾ BJPയുടെ ചിന്താധാരയെ കുറിച്ചൊക്കെ വിശദീകരിച്ച് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നതിന്റെ അടിസ്ഥാന തത്വം തന്നെ മതത്തിനെതിരാണ്, ദൈവനിരാസമാണ് അതിന്റെ അടിസ്ഥാന പ്രിൻസിപ്പിൾ, ശരിയല്ലേ? മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്നും ദൈവം ഇല്ല എന്നും പറയുന്നവരാണ് നിങ്ങൾ. അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം, ദൈവം ഉണ്ട് എന്ന് പറയുകയും ദൈവത്തിൽ വിശ്വസിക്കുകയും ആ ദൈവത്തിൽ വിശ്വാസം ഞങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ക്രിസ്ത്യാനികളായ ഞങ്ങളും നിങ്ങളും തമ്മിൽ ചേർന്ന് പ്രവർത്തിക്കാൻ പറ്റും? ഫാദർ ചോദിച്ചു വളരെ വലിയ അർത്ഥങ്ങളുണ്ട്, കൃത്യമായ അർത്ഥങ്ങളുണ്ട്. അങ്ങനെ നമ്മള് ഒരു അർത്ഥത്തെ മാത്രം പറയാൻ പറ്റില്ല. നമ്മൾ മാനുഷിക ലെവലില്, സാമൂഹിക ലെവലില് ഒരുമിച്ച് പ്രവർത്തിക്കാവുന്ന വേദികളിൽ നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ഈ പറഞ്ഞ പ്രിൻസിപ്പിൾ എവിടെ പോയി? അപ്പോൾ അങ്ങനല്ല, BJPയുടെ BJPയും ക്രൈസ്തവ സമൂഹത്തെ അകറ്റി നിർത്തുന്നു എന്ന് താങ്കൾ പറയുമ്പോൾ അതിനേക്കാൾ ഉപരിയായിട്ടാണ്, അതിനേക്കാൾ കൂടിയ അളവിലാണ് കമ്മ്യൂണിസ്റ്റുകൾ
മതവിശ്വാസികളെ അകറ്റി നിർത്തിയിരുന്നത്. അപ്പോൾ അതിലൊക്കെ മാറ്റം വന്നിട്ടുണ്ടല്ലോ. ഇപ്പോൾ നിങ്ങൾക്ക് ഒത്തുപോകാൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പോഴും ഒരു കൂട്ടർ മാത്രം അകന്നു നിൽക്കണം, അല്ലെങ്കിൽ അവരെ അകറ്റി നിർത്തണം. അവരുടെ വിഭാഗത്തിൽ നിന്ന് വന്ന ഒരു പ്രധാനമന്ത്രിയോടൊപ്പം പോയി വിരുന്നിൽ പങ്കെടുക്കുക പോലും ചെയ്യരുത്, അത് രോമാഞ്ചമുണ്ടാക്കുന്ന കാര്യമാണ് ചില ബിഷപ്പുമാർക്ക് എന്നുള്ള രീതിയിലുള്ള പരിഹാസം വരുന്നത് എന്തുകൊണ്ടാണ്? അതാണ് ഇവിടെ ചോദ്യം ചെയ്തത്. ഒന്ന് മാർക്സിൻ തത്വചിന്തയിൽ നിന്ന് മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന് പറയുന്നു എന്നുള്ളിടത്താണ് ഞങ്ങൾ മതത്തെ നിരാസിക്കുന്നവരാണെന്നും ഞങ്ങൾ നാസ്തികന്മാരാണെന്നും എന്ന ഒരു ചിന്ത വരുന്നത്. പക്ഷെ മാർക്സിയൻ ഐഡിയോളജിയുടെ ഏറ്റവും ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് മനുഷ്യനെ സംഗീതം പോലെ സ്നേഹിക്കുന്ന ഒരു കാലത്തെക്കുറിച്ചാണ്. അങ്ങനെ മനുഷ്യനെ സംഗീതം പോലെ സ്നേഹിക്കണം എന്ന് സ്നേഹിച്ചോട്ടെ, അത് എല്ലാവരും തമ്മിൽ സ്നേഹിക്കാമല്ലോ. ഇപ്പോൾ ക്രൈസ്തവ സമൂഹത്തിന് തോന്നുകയാണ് ഞങ്ങൾക്ക് ആരെയും അകറ്റി നിർത്തേണ്ട കാര്യമില്ല എന്ന്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് എന്താണ് കുഴപ്പം? ക്രൈസ്തവ സമൂഹത്തിന് കുഴപ്പമില്ല. ഇതേ ചിന്താധാര ഞാൻ എന്റെ പോയിന്റ് ഒന്ന് ക്ലിയർ. എന്ത് ചിന്താധാരയാണെങ്കിലും അവർക്ക് കുഴപ്പമില്ല, പിന്നെ നിങ്ങൾക്ക് എന്താണ് കുഴപ്പം? നിങ്ങൾ എന്തിനാണ് ഈ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ പോകുന്നത് എന്നുള്ളത് തന്നെയാണ്. അപ്പോ ക്രിസ്ത്യൻ സമൂഹവും കമ്മ്യൂണിസ്റ്റുകളും തമ്മിൽ അകന്നു കഴിയാനാകാത്ത വിധം ഇടപിടിഞ്ഞ ആത്മബന്ധമുള്ള തരത്തിൽ ആണ് പലപ്പോഴും അവരുടെ ചിന്താധാരകൾ എത്തുന്നത്. ആ അടിസ്ഥാനത്തിലാണ് ഫാദറും ചോദിക്കാനുണ്ട്. ഒരു കാര്യം അങ്ങനെയാണെങ്കിൽ ചോദിക്കാം. ഇപ്പൊ മാർക്സിസ്റ്റ് ചിന്താഗതിയും യേശുക്രിസ്തുവിന്റെ ചിന്താഗതിയും ഒരേ തരത്തിലാണെന്ന് അങ്ങ് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് യേശുക്രിസ്തു ദൈവമാണെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അത് ഞങ്ങളുടെ യാതൊരു കോംപ്രമൈസും ഇല്ലാത്ത വിശ്വാസമാണ്. താങ്കൾ അത് വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ടോ? വിശ്വസിച്ചില്ലെങ്കിൽ പോലും അത് അംഗീകരിക്കുന്നുണ്ടോ? അങ്ങയുടെ വിശ്വാസത്തെ മഹത്വം ആണെന്നും അത് അങ്ങയുടെ വിശ്വാസം മാത്രമാണെന്നും അതിനെ ആദരവോടുകൂടി സമീപിക്കണം എന്നുമുള്ളത് തന്നെയാണ് എന്റെ ഉറച്ച തീരുമാനം. അത് അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ ദൈവം എന്ന സങ്കല്പം പോലും ഇല്ല എന്ന് പറയുമ്പോൾ ഇതെങ്ങനെ ചേർന്ന് പോകുന്നു? പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെ സംബന്ധിച്ച് മാർക്സിയൻ കാഴ്ചപ്പാട് വ്യത്യസ്തമാണ്. പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെ സംബന്ധിച്ച് ക്രിസ്തുമത സമൂഹവും അതുപോലെ ഇസ്ലാമും മറ്റ് സെമറ്റിക് മതങ്ങളും ചിന്തിക്കുന്നത് മറ്റൊരർത്ഥത്തിലാണ്. പക്ഷേ രൂപാന്തരപ്പെടലിനെ സംബന്ധിച്ച് ദൈവത്തിന്റെ അസ്തിത്വത്തെ കുറിച്ച് എന്ത് പറയാൻ സാധിക്കുമെന്ന് നമ്മൾ ദൈവത്തെ അല്ല ദൈവത്തിന്റെ കാര്യമല്ല, പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെ സംബന്ധിച്ച് ചർച്ച എവിടെയും എത്തിയില്ല. ചർച്ച നീണ്ടുപോകും. ഒറ്റ കാര്യമേ ഉള്ളൂ, ഈ പേടിപ്പിച്ച് മാറ്റി നിർത്തണമെങ്കിൽ കമ്മ്യൂണിസ്റ്റുകളെയും RSS BJP-ക്കാരെയും ഒരേ രീതിയിൽ തന്നെ ക്രൈസ്തവർ കാണണം. അല്ല, ഒരുമിച്ച് നിർത്തുവാനാണെങ്കിൽ എല്ലാവരെയും ഒരുമിച്ച് നിർത്തുവാനും ശ്രമിക്കണം. അത് ക്രൈസ്തവ സമൂഹം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ബിഷപ്പ് പ്രധാനമന്ത്രിയുടെ സ്നേഹവിരുന്നിലും പങ്കെടുക്കുന്നുണ്ട്, മുഖ്യമന്ത്രിയുടെ സ്നേഹവിരുന്നിലും പങ്കെടുക്കുന്നുണ്ട്, ഇഫ്താർ വിരുന്നിലും പങ്കെടുക്കുന്നുണ്ട്. പിന്നെ എന്താണ് കുഴപ്പം? നിങ്ങൾക്ക് എന്താണ് കുഴപ്പം? അഡ്വക്കേറ്റ് BN ഹസ്കർ. മഞ്ജുഷേ, മുഖ്യമന്ത്രിയുടെ സ്നേഹവിരുന്നിൽ പങ്കെടുക്കുന്നു, അല്ലെങ്കിൽ പ്രഭാത യോഗങ്ങളിൽ പാതിരിമാർ പങ്കെടുത്തു, സഭാധ്യക്ഷന്മാർ പങ്കെടുത്തു എന്നുള്ളത് മഹത്തായ കാര്യം തന്നെയാണ്, ഒരു സംശയമില്ല. പക്ഷേ ഞാനത് പറയും, കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തിലെ ഏതെങ്കിലും ഒരു പ്രദേശത്തെ ഏതെങ്കിലും ക്രിസ്തു മതവിശ്വാസിയോടോ ഏതെങ്കിലും ക്രിസ്തുമത വിശ്വാസ സമൂഹത്തോടോ എതിർത്തുകൊണ്ടോ അവരെ ഉന്മൂലനം ചെയ്യുന്നതിനോ പ്രവർത്തിച്ചിട്ടില്ല. എന്നാൽ മണിപ്പൂരിലെ സ്ഥിതി വ്യത്യസ്തമാണ്. മണിപ്പൂരിലെ രണ്ട് വിഭാഗങ്ങളെ ഉന്മൂലനം ചെയ്യുന്നതിനോട് വംശഹത്യ നടത്തുന്നതിനു വേണ്ടി ശ്രമിച്ചു എന്നുള്ളിടത്താണ് ആ ശ്രമത്തിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ കഴിയാതെ ഇന്ത്യൻ പാർലമെന്റിന്റെ സൗത്ത് ബ്ലോക്കിൽ വിശ്രമിച്ചിരുന്ന ഒരു പ്രധാനമന്ത്രിയെയാണ് നമ്മൾ വിമർശിക്കുന്നത്. ശരി ശരി കെന്നഡി കരിമ്പുകാലായി ഇതാണ് പ്രശ്നം. താങ്കൾ പറയുകയുണ്ടായല്ലോ, അല്ല, രണ്ടിടങ്ങളിലും പോകുന്നുണ്ട്, എല്ലായിടങ്ങളിലും പോകുന്നുണ്ട് ക്രൈസ്തവ ബിഷപ്പുമാർ എന്ന്. അങ്ങനെയാണെങ്കിൽ അതിനുള്ള വ്യത്യാസം ഹസ്കർ പറഞ്ഞത് ഇതാണ്. താങ്കളുടെ മറുപടി എന്തുകൊണ്ട് പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്തുകൂടാ? എന്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുക്കാം? ക്രൈസ്തവ മതവൈദ്യം, ക്രൈസ്തവ സമുദായ നേതാക്കൾ അവർ ഒരു ഡിസ്ക്രിമിനേഷൻ കൂടാതെ തന്നെ തങ്ങളുടെ നേതാക്കൾ എന്ന നിലയിൽ മുഖ്യമന്ത്രിയുടെയും പ്രധാനമന്ത്രിയുടെയും വിരുന്നുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിൽ ഒരു ഭാഗം മാത്രം രോമാഞ്ചകഞ്ചികവും ഉണ്ടാകുന്ന ഡയലോഗ് ഇപ്പോൾ ജനത്തിന് നന്നായി മനസ്സിലായിട്ടുണ്ട്. പിന്നെ ഹസ്കറിന് പിടിവിട്ട് കഴിഞ്ഞപ്പോഴാണ് ഹസ്കർ മണിപ്പൂരിലേക്ക് കയറി പോകുന്നത്. ഹസ്കറെ ഇത് എത്ര നാൾ മണിപ്പൂർ പറഞ്ഞ് നിലനിൽക്കും? ഈ മണിപ്പൂരിനെ അലക്കി ജനത്തിനൊക്കെ നന്നായി മനസ്സിലായി. നിങ്ങൾ പറഞ്ഞുകൊണ്ട് നടന്നത് മെയ്തികളുടെ പിന്നിൽ RSS ആണ്, മെയ്തികളുടെ പിന്നിൽ നരേന്ദ്രമോദിയാണെന്ന് പറഞ്ഞു. ആ മെയ്തികൾ കേന്ദ്ര സർക്കാരിനെതിരായി സമരം ചെയ്തു.
ആ മെയ്ദികൾ നരേന്ദ്രമോദിക്ക് മുർദാബാദ് വിളിച്ചു. ആ മെയ്ദികൾ പട്ടാള ക്യാമ്പ് ആക്രമിച്ചു. ആ മെയ്ദികൾ ഇന്ത്യൻ മിലിറ്ററിയുടെ ആയുധങ്ങൾ കടത്തിക്കൊണ്ടുപോയി. നിങ്ങളുടെ പറഞ്ഞതിന് ഒരു അടിസ്ഥാനവുമില്ല എന്ന് ജനത്തിന് ബോധ്യമായി. കാരണം അവിടെ നടക്കുന്നത് രണ്ട് വംശങ്ങൾ തമ്മിലുള്ള, ഗോത്രങ്ങൾ തമ്മിലുള്ള ഇഷ്യൂ മാത്രമാണ്. നിങ്ങൾ പറഞ്ഞു വരുത്താൻ ശ്രമിക്കുന്ന വർഗീയത അതിലില്ല, അത് ചെലവാവില്ല എന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും ഹസ്കറെ? നിങ്ങൾ ഞാൻ എന്താ പറയുക, ഹസ്കറിനെ പോലൊരു ബഹുമാനിതനായ വ്യക്തി അവിടുന്ന് വല്ലതും പറഞ്ഞു തന്നാൽ അത് ചാനലിലൊക്കെ വന്ന് പറഞ്ഞ് സ്വന്തം വ്യക്തിത്വത്തെ സ്വയം ഇകഴ്ത്തരുത്. ജനത്തിന്റെ മുന്നിൽ ചെലവാകാത്തൊരു കാര്യം പറഞ്ഞുകൊണ്ട് നടക്കരുത്. പ്രധാനമന്ത്രിയെ പണി പഠിപ്പിക്കാനായിട്ട് അവിടെ ചെന്നിരുന്ന് മണിപ്പൂരിന്റെ കാര്യം വർത്തമാനം പറയാൻ ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ഇത്രയും പ്രശ്നങ്ങൾ ഈ വടക്ക് കിഴക്കൻ ഈ സംസ്ഥാനങ്ങളിലൊക്കെ നിങ്ങൾ പറയുന്ന മാതിരി ക്രിസ്ത്യൻ പേഴ്സിക്യൂഷൻ നടക്കുകയും ക്രിസ്ത്യാനികൾ മുട്ടുകാല് വെട്ടപ്പെട്ട് അനുഭവിക്കുന്ന നിലയിലാണെങ്കിൽ അവര് മുഴുവൻ വരിയായി നിന്ന് BJPക്ക് എങ്ങനെ വോട്ട് ചെയ്യുന്നു? അസ്കറെ, ജനാധിപത്യത്തിൽ വോട്ടിന് ആരുടെയും കഴുത്തിൽ പിടിച്ചിട്ടല്ല വോട്ട് ചെയ്യുന്ന ജനാധിപത്യത്തിൽ. ഇന്ത്യ ജനാധിപത്യ ഭരണം നിലനിൽക്കുന്ന രാജ്യമാണ്. അവിടെയൊക്കെ BJP ഭരിക്കുന്നെങ്കിൽ അസ്കറെ മുഴുവൻ പറഞ്ഞതെല്ലാം കുന്തം വിഴുങ്ങിയിരിക്കേണ്ടി വരും. നിങ്ങൾക്ക് ജനങ്ങളുടെ മുന്നിൽ നിങ്ങൾ പരിഹാസ്യരാകുകയാണ് ചെയ്യുന്നത്. BJP ഏതെങ്കിലും ശരിക്കും പറഞ്ഞാൽ പ്രധാനമന്ത്രി അന്ന് ഒരു ക്രിസ്തുദേവന്റെ ജന്മദിനത്തോടനുബന്ധിച്ച ഒരു പരിപാടി എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. നിങ്ങളുടെ പല നേതാക്കളും അതിനെപ്പറ്റി പറഞ്ഞത് ഇത് ഞങ്ങളിങ്ങനൊരു പാർട്ടിയെ പറ്റി ഇതിനു മുമ്പ് കേട്ടിട്ടേ ഇല്ല, ഇങ്ങനൊരു ആഘോഷത്തെ പറ്റി കേട്ടിട്ടേ ഇല്ല. കുറ്റം പറയാൻ കഴിയില്ല. കാരണം നിങ്ങൾ അതുവരെ ഇഫ്താർ പാർട്ടികളെ പറ്റി മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. ഇഫ്താർ സാങ്കേതികമായ തടസ്സമുണ്ട്. താങ്കളിലേക്ക് വരാം ശ്രീ കെന്നഡി കരിമ്പുകാലയിൽ. ശ്രീ ശ്രീജിത്ത് പണിക്കർ, ഹസ്കർ ഇവിടെ വിചാരധാര പോലും കോട്ട് ചെയ്തുകൊണ്ടാണ് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. അന്ന് എങ്ങനെയാണോ RSS എതിർത്തിരുന്നത്, ക്രൈസ്തവ സമൂഹത്തെ അകറ്റി നിർത്തിയിരുന്നത്, അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരു അടുപ്പമുണ്ടാക്കുവാൻ ക്രൈസ്തവ സമൂഹത്തിന് കഴിയുന്നത്? ഈ ചോദ്യമാണ് ഉന്നയിക്കുന്നത്. ഇത് കുറെ കാലമായിട്ട് സ്ഥിരമായി ചോദിച്ചു വരികയാണ്. അല്ല, ഇതൊരു ഇടതുപക്ഷക്കാരുടെ ഒരു സ്ഥിരം ലൈനാണ്. അവരെപ്പറ്റി അവരോട് എന്തെങ്കിലും ഒരു കാൾ മാർക്സിന്റെ പ്രസ്താവനയെ പറ്റി ചോദിക്കുന്ന സമയത്ത് പുതിയ കാലത്തെ കോണ്ടെക്സ്റ്റിൽ അത് ബാധകമല്ല, പണ്ട് പറഞ്ഞിരിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള കോണ്ടെക്സ്റ്റിലാണ് എന്ന് പറയും. എന്നാൽ വിചാരധാരയിൽ പറഞ്ഞിരിക്കുന്ന ക്രിസ്ത്യൻ മതവിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ആ ഒരു ഭാഗത്തിനെ അത് ഇന്നും ബാധകമാണ് എന്ന രീതിയിലത്തേക്ക് അവർ പറയും. ശ്രീ ഹസ്കർ ഒന്ന് അറിയേണ്ടത്, 2018 അതായത് 5 വർഷങ്ങൾക്ക് മുൻപ് RSSന്റെ ഹെഡ് മോഹൻ ഭാഗവത്തിന്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. അത് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു ചെറിയ ഭാഗം ഞാൻ പറയാം. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ബഞ്ച് ഓഫ് തോട്ട്സ് അഥവാ വിചാരധാര ഈസ് എ കളക്ഷൻ ഓഫ് സ്പീച്ചസ് മെയ്ഡ് ഇൻ എ പർട്ടിക്കുലർ കോണ്ടെക്സ്റ്റ് ആൻഡ് കനോട്ട് ബി എറ്റേണലി വാലിഡ്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളുടെ ഒരു സമാഹാരമാണ് വിചാരധാര. അത് എല്ലാ കാലത്തേക്കും വാലിഡ് ആണ്, അത് സാധുതയുള്ളതാണ് എന്നൊരർത്ഥമില്ല. സംഘ് ഈസ് നോട്ട് ഡോഗ്മാറ്റിക്. സംഘ് ഡോഗ്മാറ്റിക് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ അല്ല. ടൈംസ് ചേഞ്ച് ആൻഡ് അക്കോർഡിംഗ്ലി അവർ തോട്ട്സ് ട്രാൻസ്ഫോം. ഞങ്ങളുടെ ചിന്തകളെല്ലാം തന്നെ കാലഘട്ടത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഡോക്ടർ ഹെഡ്ഗേവാർ, RSS ഫൗണ്ടർ, സെഡ് വി വെയർ ഫ്രീ ടു അഡാപ്റ്റ് ടു ടൈംസ് ആസ് ദേ ചേഞ്ച്. കാലം മാറുന്നതിനനുസരിച്ച് നമ്മൾ ആ മാറ്റത്തെ ഉൾക്കൊള്ളണമെന്ന് ഞങ്ങളുടെ ഹെഡ്ഗേവാർ പറഞ്ഞിട്ടുണ്ട് എന്നാണ് മോഹൻ ഭഗവത് ഇവിടെ പറയുന്നത്. അപ്പൊ ഇത് RSSന്റെ തന്നെ ഒരു മാറ്റമാണ്. ആ ഒരു വാർത്തയുടെ ഹെഡ്ലൈൻ തന്നെ ടൈംസ് ഓഫ് ഇന്ത്യ കൊടുത്തിരിക്കുന്നത് അദ്ദേഹത്തെ ഉദ്ധരിച്ചുകൊണ്ട് ചങ്ക്സ് ഓഫ് ബഞ്ച് ഓഫ് തോട്ട്സ് ആർ നോട്ട് വാലിഡ് എന്ന രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ഈ വിചാരധാരയിൽ എഴുതിയിരിക്കുന്ന കാര്യം എല്ലാ കാലത്തേക്കും ബാധകമാണ് എന്ന രീതിയിലുള്ള ഒരു അർത്ഥം, ഒരു വ്യാഖ്യാനം അതിന് നൽകേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആരെങ്കിലും ആ വ്യാഖ്യാനം നൽകണമെങ്കിൽ അത് ഇന്നത്തെ സംഘപരിവാറിന്റെ നേതാക്കളാണ്. പക്ഷെ അവർ തന്നെ അതിൽ നിന്ന് അകലം പാലിക്കാനായിട്ടാണ് ശ്രമിക്കുന്നത് എന്നുള്ളത് 5 വർഷം മുമ്പുള്ള അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തെ കോട്ട് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. ഒന്ന്. ഇനി 2, ഫാദർ ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഫാദർ ഇത് ചോദ്യം ചോദിച്ചു. ഞാൻ അതിന്റെ കൃത്യമായിട്ടുള്ള ഒരു കോണ്ടെക്സ്റ്റ് കൂടി വെച്ച് ചോദിക്കാം. കാൾ മാർക്സ് മതത്തിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് എന്താണ്? റിലിജിയൻ ഈസ് ആൻ ഒപ്പിയം ഓഫ് ദ മാസസ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് മനുഷ്യനെ ബാധിക്കുന്ന, അല്ലെങ്കിൽ ഒപ്പിയം ഓഫ് ദ മാസസ് എന്നല്ല, ഒപ്പിയം ഓഫ് ദ പീപ്പിൾ എന്നാണ്. അതിൽ തന്നെ ഒരു തർക്കമുണ്ടായിരുന്നു. മാസസ് എന്ന് പറഞ്ഞോ പീപ്പിൾ എന്ന് പറഞ്ഞ് ഒപ്പിയം ഓഫ് ദി പീപ്പിൾ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് മയക്കുന്ന കറുപ്പിനെ ആണ് അദ്ദേഹം തുലനം ചെയ്യുന്നത്. ഇന്നത്തെ മാർക്സിസ്റ്റ് പാർട്ടിക്കോ ശ്രീ ഹസ്കറിന് വ്യക്തിപരമായിട്ടോ മതം എന്നത് കറുപ്പ് എന്ന് പറയുന്ന നിരോധിത ലഹരി വസ്തുവിന് തുല്യമാണ് എന്ന് താങ്കൾക്ക് പറയാൻ കഴിയുമോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പറയാൻ കഴിയുമോ? ഇനി അത് കൂടാതെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം, ഇഫ് ദ പീപ്പിൾ ആർ ടു നോ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ റിയൽ വേൾഡ്, they must give up superstitious beliefs because
ദേ ഹാവ് എ നാർക്കോട്ടിക് ഇഫക്റ്റ് ഓൺ ദ മൈൻഡ്. അതായത് നിങ്ങൾക്ക് കാലത്തെ കൃത്യമായി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ വിധത്തിലുള്ള സൂപ്പർസ്റ്റിഷൻസും നിങ്ങളുടെ എല്ലാ വിധത്തിലുള്ള അന്ധവിശ്വാസങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് നിങ്ങൾ അതിനെ സമീപിക്കണം. കാരണം ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾക്ക് ഒരു നാർക്കോട്ടിക് ഇഫക്റ്റ് ആണ് എന്നാണ് പറയുന്നത്. അപ്പൊ ശരിയായ അർത്ഥത്തിൽ കറുപ്പിന് തുല്യമായിട്ടുള്ള ഒന്നാണ് മതം എന്ന് പറയുന്നത് കാൾ മാർക്സ് ആണ്. ഞാൻ തന്നെ താങ്കളോട് ചോദിക്കുന്നു, ഇതിൽ നിന്ന് ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലപാട് മാറ്റിയിട്ടില്ലേ? ചുരുങ്ങിയത് കേരളത്തിലെങ്കിലും. ഏറെ നാൾ പിന്നിലേക്ക് പോകേണ്ടതില്ല. ശ്രീ എം വി ഗോവിന്ദൻ തന്നെ പറഞ്ഞത് വൈരുദ്ധ്യാത്മക ഭൗതികവാദം അഥവാ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്ന് പറയുന്നത് കേരളത്തിന്റെ കോണ്ടെക്സ്റ്റിൽ വാലിഡ് അല്ല. ഇവിടെ വിശ്വാസികളായിട്ടുള്ള ആൾക്കാരെയും എല്ലാം ചേർത്തുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. എന്ന് വെച്ചാൽ നിങ്ങളുടെ സംഘടനയുടെ അടിസ്ഥാന പ്രമാണം എന്ന് പറയാവുന്ന ഒരു അടിസ്ഥാന ശിലയെ നിങ്ങൾ ഇളക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഫൗണ്ടേഷനെ തന്നെ നിങ്ങൾ മാറ്റിയിട്ട് നിങ്ങൾ കാലഘട്ടത്തിന് ചേരുന്ന രീതിയിലത്തേക്ക് ട്രാൻസ്ഫർമേഷന് വേണ്ടിയിട്ട് വിധേയമാകുന്നു എന്ന് പറയുന്നു. അത് എല്ലാ സംഘടനകളിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഗോൾവർക്കർ ജീവിച്ചിരുന്ന അവിടെയാണ് രണ്ട് വാക്കുകൾ കൊണ്ട് അമ്മാനമാടുന്നത്. അത് ഹസ്കറും പല ചർച്ചകളിലും പറയുന്നുണ്ട്, മതനിരാസവും മതവിശ്വാസവും. അല്ല, അങ്ങനെയല്ല. നോക്കൂ, ഇത് നിങ്ങൾ മതം എന്ന് പറയുന്നതിനെ വേറൊരു കോണ്ടെക്സ്റ്റിലല്ല പറയുന്നത്. അത് കറുപ്പ് എന്ന വാക്കാണ്. എന്തുകൊണ്ടാണ് കറുപ്പ് എന്ന് പറയുന്ന വാക്കിനെ ഉദ്ദേശിച്ചിരിക്കുന്നത്? നിങ്ങൾക്ക് വളരെയധികം ആത്മാർത്ഥമായിട്ടുള്ള ബന്ധമുണ്ടെങ്കിൽ, നിങ്ങളുടെ ഉള്ളിൽ ഒരു മാജിക്കൽ ഇഫക്റ്റ് ഉണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും കാര്യമായിട്ട് പറയാമല്ലോ. പക്ഷെ കറുപ്പ് എന്ന് പറയുന്ന പദം ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒപ്പിയം എന്നത് ഉപയോഗിക്കുന്നത് എന്തിനാണ്? അത് ഒന്നാമത് തെറ്റായിട്ടുള്ള ഒരു സന്ദേശമാണ് നൽകുന്നത്. തന്നെയല്ല, നിങ്ങളുടെ എല്ലാ വിധത്തിലുള്ള സെൻസുകളെ മയക്കുന്ന രീതിയിലുള്ള ഒരു വസ്തുവായിട്ട് അത് പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതല്ലാതെ മാർക്സിന് വേറെ വാക്കുകളൊന്നും അറിയാത്തത് കൊണ്ടല്ലോ അദ്ദേഹം ഒപ്പിയം എന്ന വാക്കിനെ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ പലപ്പോഴും പല കോണ്ടെക്സ്റ്റിലും CPM-കാർ തന്നെ ഇതിനെ ഒപ്പിയമായിട്ട് തന്നെ പറയുകയും അല്ലാത്ത സമയങ്ങളിലൊക്കെ ഇപ്പോൾ ശബരിമല വിഷയം ഉണ്ടായതിനു ശേഷം ഹിന്ദു വിശ്വാസികളുടെ വീട്ടിൽ പോയി കാലിൽ കിടന്ന് മാപ്പ് പറഞ്ഞിരിക്കുന്ന ആൾക്കാർ വരെയുണ്ട്. അപ്പോൾ അങ്ങനെ കാലഘട്ടത്തിനനുസരിച്ച് ഓരോരുത്തരും പരിവർത്തനം ചെയ്യപ്പെടും എന്നതുപോലെ തന്നെ വിചാരധാരയിലുള്ള കാര്യവും അങ്ങനെ തന്നെ പരിവർത്തനം ചെയ്യപ്പെടുകയാണ്. കാരണം RSSന്റെ ചീഫ് എന്ന് പറയുന്ന ആൾ തന്നെ അതിനെ ഇന്ന് ഓണപ്പ് ചെയ്യുന്നില്ല. അപ്പൊ പിന്നെയും നമ്മൾ അത് തന്നെ പറഞ്ഞതുകൊണ്ട് എന്തെങ്കിലും രീതിയിലുള്ള കാര്യമുണ്ടോ? ഉണ്ട്. അത് ആർക്കാണ് ഗുണമുണ്ടാകുന്നത്? CPM-നാണ്. കാരണം എല്ലാ കാലത്തും ഇതിയുടെ ഒരു മജോറിറ്റി കമ്മ്യൂണിറ്റി അംഗങ്ങളായിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ, അത് സാമൂഹ്യമായിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണെങ്കിലും അവരുടെ പൊളിറ്റിക്കൽ വിങ് ആണെങ്കിലും ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ആൾക്കാരെ പീഡിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ശ്രമിക്കുന്നത് എന്ന് വരുത്തി തീർക്കുന്നത് രാഷ്ട്രീയമായിട്ടുള്ള ലാഭത്തിനാണ്. നേരെ മറിച്ച് ഇതേ ചോദ്യം തന്നെ വളരെയധികം മതവിശ്വാസികളുള്ള ഇന്ത്യയുടെ കോണ്ടെക്സ്റ്റിൽ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്ന് പറയുന്നത് ഇന്ത്യയുടെ സാഹചര്യത്തിൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറയും. അപ്പൊ ഇതിന് ഇരട്ടത്താപ്പ് എന്നാണ് പറയുക. ഒന്നുകിൽ പറയുക ഈ രണ്ട് വിശ്വാസങ്ങൾക്കും കാലോചിതമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ പറഞ്ഞിരിക്കുന്ന പോലെ എറ്റേണലി വാലിഡ്, അതായത് കാലാധിവർത്തിയായിട്ട് നിലനിൽക്കും എന്നല്ല പറയുന്നത്. അപ്പോൾ ഓരോ മതവിശ്വാസത്തിനും ആ രീതിയിലാണ്. ഇനി രണ്ടാമത് ഒരു കാര്യം അദ്ദേഹം പറഞ്ഞത് നോക്കൂ, അത് അവരൻ്റെ എന്താണ് സംഗീതം പോലെ ആസ്വദിക്കണമെന്നോ? ആ സംഗീതം എന്നുള്ള ഇതിൽ നിന്നെല്ലാം മാറിക്കഴിഞ്ഞതിന് ശേഷം ഇന്ന് രക്ഷാപ്രവർത്തനമായി മാറിയിട്ടുണ്ട്. അതിനിടയ്ക്കുള്ള സംഗീതം എന്ന് പറയുന്നത് അയ്യോ അയ്യോ എന്നുള്ള നിലവിളികളാണ്. അപ്പൊ അതുകൊണ്ട് മനുഷ്യരെ മനുഷ്യനായിട്ട് കാണുന്ന, മതവിശ്വാസത്തെ മതവിശ്വാസമായി കാണുന്ന, നമ്മുടെ നാട്ടിലെ ഭരണഘടന അനുവദിച്ചു തന്നിരിക്കുന്ന മതവിശ്വാസം എന്താണോ അതിനെ പിന്തുടരുന്നതിന് ഓരോരുത്തർക്കുമുള്ള അവകാശം എന്താണോ ആ അവകാശത്തിനെ നൽകുക. ഇപ്പൊ മാർക്സ് സൂപ്പർസ്റ്റിഷനാണ് എന്ന് പറയുന്നു. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സൂപ്പർസ്റ്റിഷൻ ഇല്ലാത്ത മതവിശ്വാസം ഏതാണുള്ളത്? നമ്മുടെ നാട്ടിലുള്ള എല്ലാ മതവിശ്വാസങ്ങളിലും സൂപ്പർസ്റ്റിഷൻ ഉണ്ട്, അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങൾ എന്ന് പറയാവുന്ന രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത് അയാൾക്ക് പരമമാണ്. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു അപ്പത്തിനെയോ ഒരു വീഞ്ഞിനെയോ കാണുന്നത് കേവലം ഒരു അപ്പമായിട്ടും കേവലം ഒരു വീഞ്ഞായിട്ടുമല്ല. കാരണം അതിനൊരു റിലീജിയസ് കോണ്ടെക്സ്റ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ അവർ സേക്രഡ് ആയിട്ട് കാണുന്ന, അവർക്ക് വളരെയധികം പ്രാധാന്യമുള്ള മതപരമായ ചടങ്ങുകളിലൊക്കെ തന്നെ ഉപയോഗിക്കുന്ന ഒരു പാനീയത്തിനെ നിങ്ങളിത് എന്താണ് മുന്തിരി വാറ്റി ഉണ്ടാക്കിയ എന്നൊക്കെ പറയുന്നത് എത്രത്തോളം അധിക്ഷേപകരമായിട്ടുള്ള പ്രസ്താവനയാണ്. കാരണം അങ്ങനെയാണെങ്കിൽ ഫാദർ ഫിലിപ്പ്, അങ്ങനെയാണെങ്കിൽ ഈ അരമനകൾ കയറി ഇറങ്ങുന്ന ഒരാൾ തന്നെയാണല്ലോ മന്ത്രി സജി ചെറിയാൻ. ഇനി സജി ചെറിയാനെ അരമനകളിൽ വരുവാൻ അനുവദിക്കുമോ? നിങ്ങൾ മാപ്പ് പറയണം എന്ന ആവശ്യം നിങ്ങൾ ഉന്നയിക്കുമോ? അതോ വീണ്ടും വഴങ്ങുവാൻ തന്നെ തയ്യാറാകുമോ? അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത് ഈ ക്രിസ്ത്യൻ തത്വശാസ്ത്രത്തെ കുറിച്ചാണ്. അതായത് ഞങ്ങൾക്കുള്ള തത്വശാസ്ത്രം യേശു ക്രിസ്തു പഠിപ്പിച്ച സ്നേഹിക്കുക എന്നുള്ള തത്വശാസ്ത്രമാണ്. അത് സ്നേഹമുള്ളവരെ മാത്രം സ്നേഹിക്കുന്നവരല്ല. ഞങ്ങളെ വെറുക്കുന്നവരെയും ഞങ്ങളെ തള്ളിപ്പറഞ്ഞവരെയും സ്നേഹിക്കാനാണ് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു ഞങ്ങളെ പഠിപ്പിച്ചത്. അതാണ് ഞങ്ങൾ പ്രാവർത്തികമാക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഈ ഞങ്ങളുടെ ഒരു ബഹുമാനപ്പെട്ട ഒരു അഭ്യന്തനായ ബിഷപ്പിനെ നികൃഷ്ടജീവി എന്ന് വിളിച്ചയാളെ ഞങ്ങൾ ക്ഷമിക്കുകയും സ്വീകരിക്കുകയും ചെയ്ത വലിയ പശ്ചാത്തലമുള്ളവരാണ് ഞങ്ങൾ. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആരെയും വെറുക്കാനോ ആത്യന്തികമായി വെറുക്കാനോ മാറ്റി നിർത്താനോ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ മനുഷ്യരെ സ്നേഹിക്കാനാണ് പഠിച്ചിട്ടുള്ളതും പഠിപ്പിക്കുന്നതും എന്ന് പറഞ്ഞതുകൊണ്ട് തെറ്റുകളെ തെറ്റല്ല എന്ന് പറയാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്.
ഈ പറഞ്ഞ മന്ത്രി സജി ചെറിയാനും അദ്ദേഹം തെറ്റുതിരുത്തി അതിൽ മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇതിനകത്തൊരു രാഷ്ട്രീയം കൂടി ഉണ്ടല്ലോ ഫാദർ ഫിലിപ്പ് കബീൽ, ഇതിലൊരു വലിയ രാഷ്ട്രീയമുണ്ടല്ലോ. ഇപ്പോൾ സഭയിലെ ബിഷപ്പുമാരും മറ്റു പ്രതിനിധികളും BJP നേതാക്കളോട് കൂടിക്കാഴ്ച നടത്തുന്നു, അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ സ്നേഹവിരുന്നിൽ പങ്കെടുക്കുന്നു. അപ്പോൾ BJPയോട് ക്രൈസ്തവ സമൂഹം അടുക്കുന്നു എന്നുള്ളത് കുറെ നാളായി ചർച്ചകളിലുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അവിടെ ഈ സഭയുടെ നേതൃത്വം മാത്രമാണ് ഇങ്ങനെ BJPയോട് അടുക്കാൻ താല്പര്യം കാണിക്കുന്നത്, അത് കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടുന്ന സഹായങ്ങൾ വാങ്ങിയെടുക്കുന്നതിന് വേണ്ടിയാണ് എന്ന രീതിയിലുള്ള പ്രചാരണം നടത്തി സഭാവിശ്വാസികൾ ഇതിനെതിരാണ് എന്ന കാര്യം അത് മുന്നോട്ട് വെക്കേണ്ടത് രാഷ്ട്രീയ പാർട്ടികളുടെ ആവശ്യമാണ്. അതിൽ CPM-നും ആ ആവശ്യമുണ്ട്, കോൺഗ്രസിനും ആ ആവശ്യമുണ്ട്. അതേ രീതിയിൽ തന്നെ അവർ നിർവഹിക്കും. അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ പ്രചാരണമായിട്ടും ഇതിനെ കാണാമല്ലോ. അങ്ങനെ കണ്ട് അതിനെ തള്ളിക്കളയുവാൻ സഭ തയ്യാറാണോ? അതോ അതിനെക്കുറിച്ച് ഒരു വാക്ക് പറയട്ടെ? ഓക്കെ, അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ഇത് എക്കാലത്തെ ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ തന്ത്രമാണ് സഭാ നേതാക്കളെയും സഭാ അംഗങ്ങളെയും തമ്മിൽ വിഭജിച്ച് നിർത്താൻ. ആ കാലമൊക്കെ പോയി. നിങ്ങൾ ഈ കഴിഞ്ഞ ദിവസം ഡിസംബർ 11 തൊട്ട് 22 വരെ കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്തിയ അതിജീവന യാത്രയെ ശ്രദ്ധിച്ചിട്ടുള്ളവർക്ക് അത് മനസ്സിലാകും. കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തില് ക്രൈസ്തവ കേന്ദ്രങ്ങളിലൂടെ സാധാരണക്കാരായ കർഷകർക്ക് വേണ്ടി നടത്തിയ അതിജീവന യാത്രയിലെ ജനപങ്കാളിത്തവും മീഡിയയും അതിനെ എത്രമാത്രം നന്നായി സഹകരിച്ച് പൊതുജന സമൂഹത്തില് അവതരിപ്പിച്ചു എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഈ ക്രൈസ്തവ നേതാക്കളെയും അതിന്റെ അണികളെയും തമ്മിൽ ഭിന്നിപ്പിക്കുന്ന കാലം കഴിഞ്ഞു. കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തില് കേരളത്തിലെ എല്ലാ ജില്ലകളിലും എല്ലാ രൂപതകളിലും വളരെ ശക്തമായ രീതിയിൽ ക്രൈസ്തവ ഏകോപനം നടന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് രാഷ്ട്രീയപരമായിട്ട് നിരീക്ഷിച്ചാൽ മനസ്സിലാവും. അങ്ങനെയാണെങ്കിൽ സഭ ഏത് രീതിയിൽ ചിന്തിക്കുന്നു അതേ രീതിയിൽ തന്നെ വിശ്വാസികൾ ചിന്തിക്കണമെന്നാണല്ലോ. അല്ലല്ലോ ഫാദർ, അതിനോട് യോജിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം സഭയുടെ നേതൃത്വം ഏത് രീതിയിൽ ചിന്തിക്കുന്നു അതുപോലെ അൽമായരെല്ലാം ചിന്തിക്കണമെന്നാണല്ലോ താങ്കൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചില്ല. നിങ്ങൾ അങ്ങനെ പറയുകയാണെങ്കിൽ മാർക്സിസ്റ്റ് നേതൃത്വത്തിലുള്ളവർ പറയുന്നത് അവിടുത്തെ അണികൾ എല്ലാവരും അംഗീകരിക്കുന്നുണ്ടോ? ഏതൊരു പാർട്ടി ആയാലും ഏതൊരു സംഘടനയായാലും ഏതൊരു സംവിധാനമായാലും 100% ആളുകളെയും സംതൃപ്തിപ്പെടുത്തി മുന്നോട്ട് പോകാൻ പറ്റിയല്ല. പക്ഷേ ആ പ്രസ്ഥാനത്തിന്, ആ സംവിധാനത്തിന്, സഭയ്ക്ക് ഒരു പൊതു പോളിസി ഉണ്ടാവും. അതനുസരിച്ചാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ മാർക്സിസ്റ്റുകാരുടെ പോളിസി എല്ലാ അംഗങ്ങളും അംഗീകരിക്കുന്നുണ്ടോ? അത് എതിർക്കുന്നവരില്ലേ? അല്ലെങ്കിൽ BJPയുടെ പോളിസി എല്ലാ അംഗങ്ങളും അംഗീകരിക്കുന്നു, അതിനും എതിർക്കുന്നവരുണ്ട്. എന്തുകൊണ്ട് അവർ അവരുടെ അടിസ്ഥാന തത്വങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്നില്ല? ഇതുപോലെ തന്നെയാണ് സഭയുടെ കാര്യം. സഭയുടെ അടിസ്ഥാന തത്വങ്ങൾ സഭ പിന്മാറുക. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ന്യൂനപക്ഷങ്ങൾ എന്ന് പറഞ്ഞ് നിങ്ങൾ ഞങ്ങളെ തള്ളിക്കളയാൻ ഇനി ശ്രമിക്കട്ടെ. ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് നിന്ന് ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ ചിലപ്പോൾ പലയിടത്തും സാധിച്ചെന്നിരിക്കുകയാണ്. ഏത് രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും ബുദ്ധിപൂർവ്വം ഇനി ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ഞങ്ങൾ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഒരാളെ തോൽപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നു എന്നല്ല. അതൊരു രാഷ്ട്രീയ വിലപേശലാണല്ലോ ഫാദർ ഫിലിപ്പ്. അതൊരു രാഷ്ട്രീയ വിലപേശലല്ലേ? ഞങ്ങൾ ഇനി മുതൽ അതൊരു രാഷ്ട്രീയ വിലപേശലല്ലേ? വിലപേശലാണെന്ന് വെച്ചാൽ അതെ. കാരണം എന്താണെന്ന് വെച്ചാൽ ദീർഘകാലത്തേക്ക് ഞങ്ങളെ അവഗണിക്കുന്ന ആളുകളോട് പിന്നെ ഞങ്ങൾ എന്താണ് പറയേണ്ടത്? ക്രൈസ്തവരുടെ ആവശ്യങ്ങൾ ഇവിടെ ഒരു JB കോശി കമ്മീഷൻ റിപ്പോർട്ട് കൊണ്ടുവന്നിട്ട് എത്ര നാളായി? എന്തേ ഈ ഗവൺമെന്റ് അതിനെക്കുറിച്ച് ഒരു വാക്ക് പറയാൻ മടിക്കുന്നത്? അതിന്റെ നിർദ്ദേശങ്ങൾ എന്തേ നടത്താത്തത്? മറ്റ് ചില ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടി ഇതുപോലെ റിപ്പോർട്ടുകൾ വന്നപ്പോൾ എത്ര പെട്ടെന്നും എത്ര തീക്ഷ്ണതയോടെ അത് നടപ്പാക്കി. എന്റെ ക്രൈസ്തവ സമുദായത്തിന്റെ കാര്യത്തിൽ വരുമ്പോൾ ഈ ഒരു അവഗണനയും പുച്ഛവും മാറ്റിവെക്കലും ഒക്കെ അതിന് ഞങ്ങൾ സമ്മതിക്കലാണെന്ന് പരസ്യമായിട്ട് പറയാൻ തന്നെ കത്തോലിക്ക കോൺഗ്രസ് ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ അല്ലല്ല, ക്രൈസ്തവ സമൂഹത്തെ പ്രതിനിധീകരിക്കുന്നവരാണ്, കർഷകരുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ളവരാണ് എന്ന അവകാശവാദവുമായി ഒരു പ്രമുഖ പാർട്ടി തന്നെ, കേരള കോൺഗ്രസ് തന്നെ LDF-ലുള്ളതാണ്. അങ്ങനെ ഒരു പാർട്ടിയിലും ഇപ്പോൾ സഭാ നേതൃത്വത്തിന് വിശ്വാസമില്ല എന്നാണോ? അങ്ങനെ ഞങ്ങൾ ഒരു പാർട്ടിയല്ല നോക്കുക. ഞങ്ങളുടെ മുമ്പിലുള്ളത് സാധാരണക്കാരായ മനുഷ്യരാണ്. അവരുടെ പക്ഷത്ത് ആര് നിൽക്കുന്നു? അത് ഏത് പാർട്ടിയാണേലും ഞങ്ങൾ അവരുടെ പക്ഷത്ത് നിൽക്കും. ഞങ്ങളുടെ ആ ആളുകളുടെ പക്ഷത്തിൽ ഇവിടെ വയനാട്ടിൽ കടുവ കടിച്ച് മരിച്ച മനുഷ്യന്റെ വീട്ടിൽ ഞാൻ പോയി. അതൊരു കത്തോലിക്കനല്ലായിരുന്നു, ഒരു ഹൈന്ദവ സഹോദരനായിരുന്നു. ആ വീട്ടിൽ ചെന്നപ്പോ ആ ശാരദാമ്മ എന്ന് പറഞ്ഞ അമ്മ പൊട്ടിക്കരഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വളരെ സങ്കടം തോന്നി. ആരും അവരെ അന്വേഷിച്ചില്ല. കത്തോലിക്ക കോൺഗ്രസ് ആണ് 1 ലക്ഷം രൂപ എടുത്ത് അവരെ സഹായിച്ചത്. എന്തേ ഇവിടുത്തെ ഭരണാധികാരികൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തത്? സാധാരണക്കാർക്ക് വേണ്ടിയാണ് ഞങ്ങൾ സംസാരിക്കുന്നത്, കർഷകർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. ഇനി അവരെ അവഗണിക്കുന്നവര് ഞങ്ങൾ അവരെയും അവഗണിക്കും. അത് തീരുമാനം തന്നെയാണ്. നിങ്ങൾ പരിഗണിക്കുകയാണെങ്കിൽ അത് BJP ആണെങ്കിൽ BJPയെ നിങ്ങൾ പരിഗണിക്കും. നിങ്ങളെ പരിഗണിക്കുന്ന ആരാണോ പരിഗണിക്കുന്ന അവരുടെ കൂടെ ഞങ്ങൾ പരിഗണിക്കുക. തീർച്ചയാണ്. അതിനകത്ത് എന്താ കുഴപ്പമിരിക്കുന്നത്?
അപ്പോൾ ശ്രീ അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ, നിങ്ങൾക്ക് കൂടുതൽ വിയർപ്പൊഴുക്കേണ്ടി വരും. ക്രൈസ്തവ വോട്ടുകൾ ഭിന്നിപ്പിക്കുവാനുള്ള തന്ത്രമാണെങ്കിലും ഏകീകരിക്കുവാനുള്ള തന്ത്രമാണെങ്കിലും നിങ്ങൾക്ക് കൂടുതൽ വിയർപ്പൊഴുക്കേണ്ടി വരുമെന്നാണ് ഫാദർ ഫിലിപ്പ് കവീലിന്റെ ഈ പ്രസ്താവനയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. മഞ്ജുഷേ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്നും വിയർപ്പൊഴുക്കേണ്ട കാര്യം അൽമായരെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി ഇക്കാര്യത്തിൽ ഒരു നിലപാടുകൾ ഉണ്ടാവും. ഇല്ല, അങ്ങനെയല്ല എന്ന് ഫാദർ ഫിലിപ്പ് കവീൽ പറയുന്നു. അങ്ങനെ വിശ്വസിക്കേണ്ട കാലം കഴിഞ്ഞു എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. സഭയിലുള്ള വിശ്വാസവും സഭാ നേതൃത്വത്തിലുള്ള വിശ്വാസവും ഒക്കെ വളരെ രൂഢമൂലമായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ അൽമായർ ഇപ്പോ വ്യത്യസ്തമായി ചിന്തിക്കുന്നുണ്ട്. രണ്ട് പ്രശ്നങ്ങൾ ഇതിലുണ്ട്. ഒന്ന്, അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് BJPയുടെ രാഷ്ട്രീയ ധാര അങ്ങനെ ഗുരുജി ഗോൾവാർക്കറിന്റെ ബഞ്ച് ഓഫ് തോട്ട്സിനെ തള്ളി പറയുന്നില്ല എന്നിടത്താണ്. ശ്രീ മോഹൻ ഭഗവത് അങ്ങനെ 5 കൊല്ലം മുമ്പ് അതിൽ മാറ്റങ്ങൾ ഉൾക്കൊള്ളാം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ഈ രണ്ട് പ്രശ്നം ഇവിടെ ഉന്നയിക്കപ്പെടുന്നു. കെനഡി എന്തോ പറയുന്നുണ്ട്. എന്താണ് കെനഡി? ഒന്ന്, എന്നെ കേൾക്കുന്നില്ലേ? അപ്പൊ കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. നേരത്തെ ചില സാങ്കേതിക പ്രശ്നം. ആസ്കർ അൽമായരുടെ പേരെടുത്ത് പറഞ്ഞതുകൊണ്ട് അൽമായരുടെ പേരെടുത്ത് പറഞ്ഞതുകൊണ്ട് ഒരു പുരോഹിതൻ പറഞ്ഞു, അതിന് നിങ്ങൾ മറുപടി പറയുമ്പോൾ അൽമായരുടെ പേര് പറയുമ്പോൾ അൽമായരുടെ ഒരു ഭാഗമായി ജീവിക്കുന്ന ഒരു അൽമായനായ ഞാനും കൂടി പറയട്ടെ. പച്ചയ്ക്ക് ഒരു പുരോഹിതൻ പറയാവുന്നതിൻ്റെ മാക്സിമം മലയാളത്തിൽ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങളുടെ ഒരു പുരോഹിതൻ അത് വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. ഇനി അൽമായൻ എന്ന ഒരു നിലയിൽ കൂടി ഹസ്കർക്ക് കേട്ടാലേ മനസ്സിലാവുകയുള്ളെങ്കിൽ വ്യക്തമായി കേട്ടോളൂ. BJP വിന്നബിലിറ്റി പ്രൂവ് ചെയ്താൽ ഇവിടെ ജയിക്കാൻ കഴിയും, ഭരിക്കാൻ കഴിയും, ഞങ്ങളെ സഹായിക്കാൻ കഴിയും, ഞങ്ങൾക്ക് നേതൃത്വം തരാൻ കഴിയും എന്ന് BJPക്ക് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ, ഞാൻ അണ്ടർലൈൻ ചെയ്ത് പറയുന്നു, വിന്നബിലിറ്റി പ്രൂവ് ചെയ്താൽ ഒരു വോട്ടും സ്പ്ലിറ്റ് ആവില്ല. BJPക്ക് മൊത്തത്തിൽ ചെയ്യുന്നതിനും ക്രൈസ്തവർ ഇനി മടി കാണിക്കില്ല. ഇനി അതല്ലാതെ വന്നാൽ വോട്ട് സ്പ്ലിറ്റ് ആവാതെ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാനും ഉള്ള വിദ്യാഭ്യാസവും വിവരവും ക്രൈസ്തവർക്കുണ്ടെന്ന് ഹസ്കർക്ക് മനസ്സിലാകുക. വോട്ട് സ്പ്ലിറ്റ് ആവില്ല. വിന്നബിലിറ്റി പ്രൂവ് ചെയ്താൽ നടക്കേണ്ടത് നടന്നിരിക്കും. ഒരു വാക്ക് ഞാൻ കൂട്ടിച്ചേർത്ത് പറഞ്ഞു. എന്റെ അഭിപ്രായം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതായത് കർഷകന്റെയും ക്രൈസ്തവന്റെയും കോസിന് വേണ്ടി നിലനിൽക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാകണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഇവിടെ ഇരിക്കുന്ന BJPയിൽ നിന്നുള്ള ആളുകളോട്, ഇടതുപക്ഷത്തു നിന്ന ആളോട് എനിക്ക് പ്രത്യേക വെറുപ്പോ പ്രത്യേക താല്പര്യമോ ഇല്ല. എന്റെ കോസ് എന്ന് പറയുന്നത് ഇവിടുത്തെ സാധാരണക്കാരന് വേണ്ടി, ക്രൈസ്തവന് വേണ്ടി നിലനിൽക്കണം എന്നുള്ളതാണ്. അത് ഇനി മാർക്സിസ്റ്റ് പാർട്ടി ആണെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി, കോൺഗ്രസ് പാർട്ടിയാണെങ്കിൽ കോൺഗ്രസ് പാർട്ടി, BJP ആണ് BJP. അവര് ക്രൈസ്തവരെയും കർഷകരായ സാധാരണക്കാരെയും പരിഗണിച്ചാൽ അവരുടെ കൂടെ ഞങ്ങളുണ്ടാകും. ഇനി ഞങ്ങളെ നിങ്ങൾ അവഗണിക്കാനാണ് തീരുമാനമെങ്കിൽ അതിനെതിരെ ഞങ്ങൾ ശക്തമായി ഒറ്റക്കെട്ടോടെ പ്രതികരിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. ഫാദർ, അതിനകത്ത് ഞാനും കൂടി ഒന്ന് കൂട്ടിച്ചേർത്തോട്ടെ. അതിൽ CPMന്റെ തന്ത്രം ഫാദറിന് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. CPM കുറെ വോട്ടുകൾ ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് BJPക്ക് പൊക്കോട്ടെ, അത് ഞങ്ങളുടെ വോട്ടുകളായിരിക്കില്ല, അത് കോൺഗ്രസിന് കിട്ടേണ്ട വോട്ടുകൾ, UDFന് കിട്ടേണ്ട വോട്ടുകളാണെന്നുള്ള ഒരു ചിന്ത ഉണ്ട് CPMന്. അതുകൊണ്ട് അവർ ഈ വോട്ടുകൾ ഭിന്നിപ്പിക്കുവാൻ, ക്രൈസ്തവ വോട്ടുകൾ ഭിന്നിപ്പിക്കുവാനുള്ള തന്ത്രപരമായ സമീപനം നടത്തുന്നുണ്ട്. ഫാദർ, അത് മനസ്സിലാക്കിയിട്ടുണ്ടോ? അതിനെപ്പറ്റി ഒരു വാക്ക് പറയാം. CPMന്റെ തന്ത്രത്തെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ പറ്റാത്ത കളിമണ്ണൊന്നും ഞങ്ങളുടെ തലയിലില്ല. കാരണം ക്രൈസ്തവ നാമധാരികളെ കൊണ്ട് എല്ലാ കാലത്തും ഈ കളി നടത്തിയിട്ടുണ്ട്. ഇന്നൊരു സജി ചെറിയാൻ എന്നത് ഒരു ക്രൈസ്തവ നാമധാരി തന്നെയാണ്. വിശ്വസിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ, എന്റെ വിഷയമാണ്. പക്ഷെ ഇതുപോലെയുള്ള നാമധാരികൾ നേരത്തെയും ഞങ്ങളുടെ മേൽ ചെളി വാരി അറിയാൻ പരിശ്രമിച്ചതിന്റെ അനുഭവങ്ങൾ നിങ്ങൾക്ക് തന്നെ അറിയാം. ആ പരിപ്പ് ഇനി വേഗിയല്ല എന്ന് പറയാൻ ഞാൻ കൃത്യമായിട്ട് ആഗ്രഹിക്കുക. ശരി ഹസ്കർ, ഇത്രയും പച്ചയായിട്ടൊരു വൈദികൻ പറഞ്ഞിട്ടില്ല ചർച്ചകളിൽ കാര്യങ്ങൾ. ശ്രീ കെന്നഡി മനസ്സിലാക്കേണ്ടത്, വിചാരധാരയുടെ അവസാന ഭാഗത്ത് പുതു ക്രിസ്ത്യാനികൾ തങ്ങളുടെ പഴയ ക്ഷേത്രങ്ങൾ നിലംപരിശാക്കുകയും തങ്ങളുടെ ദൈവങ്ങളെയും ദേവിമാരെയും ചവിട്ടിമെതിക്കുകയും ചെയ്യുന്നവരായിരുന്നു. ഞങ്ങളെ അപമാനിക്കുന്നത് കാണുമ്പോൾ സെന്റ് സേവ്യർ തന്റെ ജീവിതത്തിൽ ഏറ്റവും ആനന്ദം അനുഭവിക്കുന്നതായ ഒരു കഥയുണ്ട്. ഏറ്റവും അടുത്ത കാലത്ത് ബ്രിട്ടീഷുകാർ പോയതിനും കേരളത്തിൽ വിഖ്യാതമായ ശബരിമല ക്ഷേത്രം, നൂറുകണക്കിന് പ്രാചീന ഹൈന്ദവ ക്ഷേത്രങ്ങളും ക്രിസ്ത്യൻ തെമ്മാടികളാൽ നശിപ്പിക്കപ്പെട്ട് അവിടുത്തെ വിഗ്രഹങ്ങൾ തച്ചൊടുക്കുകയുണ്ടായി. അതേ ക്രൈസ്തവ മതഭ്രാന്തന്മാരാണ് കന്യാകുമാരിയിലെ വിവേകാനന്ദ സ്മാരക ഫലകവും തകർത്തത്. യഥാർത്ഥ പുത്രന്മാരെ പോലെ പെരുമാറുന്നതിന് വിസമ്മതിക്കുകയും രാജ്യത്തോടും ദേശീയതയോടും കൂറുപുലർത്തുന്നവരായി തീരാതിരിക്കുകയും ചെയ്യുന്നിടത്തോളം കാലം
അവരെ വൈദികളായി കാണും, അനുസരിച്ച് അവരോട് പെരുമാറുമെന്ന് പറയുന്ന ഒരു തത്വശാസ്ത്രമാണ് BJPയുടെ തത്വശാസ്ത്രം. അതുകൊണ്ട് അതിൽ ഏതെങ്കിലും തരത്തിൽ ഗുരുജി ഗോൾവാർക്കറെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ശ്രീ നരേന്ദ്രമോദിയോ ശ്രീ അമിത്ഷായോ ഒരു പ്രസ്താവന പോലും പറയാത്തിടത്തോളം കാലം നിങ്ങൾ ആ പരിപ്പ് അടുപ്പത്ത് തന്നെ വെച്ച് വേവിക്കേണ്ടി വരും. നിങ്ങളെ ചതിക്കുന്നതിനു വേണ്ടിയും നിങ്ങളെ വലയിലാക്കുന്നതിനു വേണ്ടിയുമാണ് ഈ അടിസ്ഥാനപരമായ BJPയുടെ തന്ത്രം. നിങ്ങളുടെ ക്ഷേത്രങ്ങൾ, നിങ്ങളുടെ ആരാധനാലയങ്ങൾ തച്ചു തകർത്ത. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഗ്രഹാം സ്റ്റീൻസ് എന്നൊരു പിതാവിനെ ഓർമ്മയുണ്ടോ? അതെ, ഓർമ്മയുണ്ട്. ഞാൻ ഒരു കാര്യം അങ്ങോട്ട് അങ്ങനെ എത്രയെത്ര അനുഭവങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട്. അങ്ങനെയുള്ള പല അനുഭവം പറയാത്തിടത്തോളം കാലം ലോക ചരിത്രത്തില് ക്രിസ്ത്യാനികളെ ഏറ്റവും അധികം നിഷ്ഠൂരമായി പീഡിപ്പിക്കുകയും കൊലപാതകം ചെയ്തത് ആരാണ്? ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകൾ അല്ലല്ലോ പിതാവേ. അല്ലേ? തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്നു അഡ്വക്കേറ്റ് BN ഭാസ്കർ ആരാണ് യഥാർത്ഥ ശത്രുക്കളെന്ന്. ചിന്ത കൊണ്ടൊന്നും ഇനി രക്ഷയില്ല. ഇത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. എനിക്കറിയാവുന്ന സാറിനും അറിയാം, സാറിന് അറിയാവുന്ന എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ വാക്കുകൾ വെച്ച് ഈ താത്വിക അവലോകനം നടത്തുകയല്ല ചെയ്യേണ്ടത്, കൃത്യമായിട്ടുള്ള കാര്യങ്ങളെ വിശകലനം ചെയ്യുക തന്നെയാണ് ചെയ്യേണ്ടത്. അഡ്വക്കേറ്റ് BN ഭാസ്കർ, അതാണ് ഈ ചരിത്രത്തിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്കാണ് തിരിച്ചടി കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. ആരാണ് യഥാർത്ഥ ശത്രുക്കൾ ചരിത്രത്തിൽ എന്ന് പറയുമ്പോൾ നിങ്ങളാണ് അതിൽ പതിക്കൂട്ടിൽ നിൽക്കുന്നത്. അതുകൊണ്ട് മാറിയ സാഹചര്യം എന്ന കാര്യം അംഗീകരിക്കൂ, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഗുണം കിട്ടും. അതുകൊണ്ട് മഞ്ജുഷെ, ഇന്ത്യയിലെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയപരമായി ഞാനതിൽ പറയാം, ഇന്ത്യയിലെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റുകൾ ഒരു തരത്തിലും ഒരു ഘട്ടത്തിലും ഇന്ത്യയിലെ ക്രിസ്ത്യാനികളെ തടസ്സപ്പെടുത്തുകയോ അവരുടെ പ്രവൃത്തികൾക്കെതിരെ ഏതെങ്കിലും ചെയ്തതായി ഒരു സംഭവം പറയാം. പക്ഷെ RSSഉം BJPയും ബജ്രംഗ് ദളും അടക്കമുള്ള സംഘപരിവാർ സംഘടനകൾ നടത്തിയിട്ടുള്ള അതിക്രമങ്ങളുടെ എണ്ണയാൽ ഒടുങ്ങാത്ത കഥകളാണുള്ളത്. മണിപ്പൂരില് ആദ്യമായി ഓടിയെത്തിയത് സഖാവ് അനി രാജയും സഖാവ് വൃന്ദ കാരാട്ടും സഖാവ് A റഹീമും ഒക്കെയാണ്. കേരളത്തിൽ അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ, ക്രൈസ്തവരായിട്ടുള്ള ഒരാള്, നിങ്ങളുടെ പാർട്ടിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരാള്, അദ്ദേഹം വിശ്വാസത്തോടെയാണ് മരിച്ചത് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ സമുന്നതരായ ഒരു നേതാവ് ഞങ്ങളുടെ അഭ്യുദയനായ ഒരു പിതാവിനെ വിളിച്ച പേര് അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതെന്തായിരിക്കും അതിന് കാരണം? അല്ലെങ്കിൽ അത് തെറ്റാണെന്ന് സാർ സമ്മതിക്കുന്നുണ്ടോ? അതൊരു അടിസ്ഥാനപരമായ ആശയപരമായിട്ടുള്ള പ്രശ്നമല്ലത്. അത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ചിലതൊക്കെ ആശയപരമായിട്ട് ശരി തെറ്റുകൾ, ചിലത് പ്രത്യേക സാഹചര്യത്തിൽ ഉടലെടുത്തവയും അതെങ്ങനെയാണ് ശാസ്ത്രം ചേർന്ന് പോവുക എന്ന് മാർക്സ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ ആ ആശയത്തോട് പ്രശ്നം മാറ്റം അല്ലാത്തതെല്ലാം മാറുമെന്നും മാർക്സ് പറഞ്ഞിട്ടുണ്ട്. അല്ല, ശ്രീ പിണറായി വിജയൻ പറഞ്ഞത് തെറ്റാണെന്ന് ശ്രീ ഭാസ്കറിന് അഭിപ്രായമുണ്ടോ? അങ്ങനല്ല, അത് അദ്ദേഹമാണ്. അതല്ല, നികൃഷ്ട ജീവി എന്നൊരു പുരോഹിതനെ ശരിയാവോ തെറ്റോ? അത് ഈ കണ്ടക്സ്റ്റിലല്ലോ പറയുന്നത്. ഏത് കണ്ടക്സ്റ്റിലായാലും ശരിയാണോ തെറ്റാണോ? അല്ലല്ല, ഏത് കോണ്ടെക്സ്റ്റിലായാലും ഇത് പറയുന്നത് ക്രൈസ്തവ സമൂഹത്തെ അവഹേളിച്ചു, ആക്രമിച്ചു എന്നുള്ളതാണല്ലോ വിഷയം. ആരാണ് അവഹേളിച്ചത് എന്നുള്ളത്, അത് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ? അങ്ങനല്ല, ജീവി എന്ന് വിളിക്കുകയോ ഒരു വ്യക്തിയും ഉണ്ടായി എന്ന് പാടില്ലെന്നുള്ളതാണ് എന്റെ നിലപാട്. എന്നെ വാക്കുകൾ കൊണ്ട് അപമാനിക്കാൻ പാടില്ല സാറേ. അത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്, വാക്കുകൊണ്ട് അവഹേളിക്കാൻ പാടില്ല. ഇപ്പൊ സജി ചെറിയാൻ എന്ന മന്ത്രി ചെയ്തിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ ലിറ്ററലി വാക്കുകൾ കൊണ്ട് ഞങ്ങളുടെ ക്രൈസ്തവ സമുദായത്തെ അവഹേളിക്കുക തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ഈ തെറ്റ് ഒരു വികാര വിക്ഷോഭത്തിന്റെ പുറത്ത് പറഞ്ഞതാണെങ്കിൽ ഞങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ആർക്കും പറ്റാം, എനിക്കും പറ്റാത്. പക്ഷെ അത് സമ്മതിക്കാനും തിരുത്താനുള്ള സന്മനസ്സുണ്ടാണ്. അതിലാണ് നമുക്ക് മാന്യത എന്ന് പറയുന്നത്. ഞാൻ പറയാം, ഫാദർ സജി ചെറിയാൻ പറഞ്ഞത് വികാരപരമായി പോയിരുന്നു. അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് ഒഴിവാക്കേണ്ടതായിരുന്നു. അദ്ദേഹം നടത്തിയിട്ടുള്ള വിമർശനം അത് മണിപ്പൂരുമായി ബന്ധപ്പെട്ടാണ്. മണിപ്പൂരിനെ മറന്നുകൊണ്ട് നിങ്ങളുടെ പിതാക്കന്മാർ ഒരു കാരണവശാലും ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുക്കരുതായിരുന്നു. പങ്കെടുത്ത സാഹചര്യത്തിൽ മണിപ്പൂരിൽ എന്തു സംഭവിച്ചു എന്ന് ചോദിക്കാനും അതിന് അദ്ദേഹത്തിനോട് പ്രതിഷേധിക്കാനുമുള്ള സ്വാതന്ത്ര്യം നിങ്ങളുടെ പിതാക്കന്മാർ. അതിനുള്ള മറുപടി എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ പറഞ്ഞത് കുറച്ചുകൂടെ യാഥാർത്ഥ്യത്തോട് അടുത്ത് വന്നിരിക്കുന്നു. നിങ്ങൾക്ക് തീർച്ചയായിട്ടും മണിപ്പൂരിലെ കാര്യങ്ങൾ സംസാരിക്കാം, അതിനെക്കുറിച്ച് വിമർശിക്കാൻ തെറ്റില്ല. പക്ഷേ ഈ സജി ചെറിയാൻ എന്ന മാന്യനായ മന്ത്രി പറഞ്ഞത് ഏത് വാക്കുകൾ ഉപയോഗിച്ചാണ്
അദ്ദേഹം പറഞ്ഞത് വീഞ്ഞിന്റെ കാര്യം പറഞ്ഞു. നേരത്തെ ശ്രീജിത്ത് പണിക്കർ സാർ പറഞ്ഞു അത് ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാഴ്ചപ്പാട്, അതിന്റെ പിൻബലമുണ്ട്. വീഞ്ഞ് ഉപയോഗിച്ചാണ് ഞങ്ങൾ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത്. അപ്പൊ ഞങ്ങളുടെ വിശുദ്ധമായ ഒരു സങ്കല്പത്തെ ബോധപൂർവം നിങ്ങൾ തച്ചുടയ്ക്കാൻ ശ്രമിക്കുന്നതിന്റെ ഒരു പരിശ്രമം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ മാത്രമുള്ള ബോധമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്നാണ് എനിക്ക് വിനീതമായിട്ട് അപേക്ഷിക്കാനുള്ളത്. അതായത് നിങ്ങൾ സാധാരണ വെറുതെ ഒരു വികാര വിക്ഷോഭം വന്ന ആള് ഉപയോഗിച്ച വാക്കുകളാണോ ഈ മന്ത്രി ഉപയോഗിച്ചത് എന്ന് നിങ്ങൾ ചിന്തിക്കണം. ശരി, അത് ഹസ്കർ എന്തായാലും അതിനോട് യോജിച്ചിട്ടില്ല, അത്രയുമുണ്ട്. ഫാദർ ഫിലിപ്പ്, കെന്നഡി ഇവിടെ ഫാദർ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. കെന്നഡിക്ക് ഇനി എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ? പറഞ്ഞു കഴിഞ്ഞല്ലോ. വരുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് ഈ പറയുന്ന വാക്യുദ്ധങ്ങളെല്ലാം നടക്കുക. അതിനകത്ത് CPM-ന് സ്വാഭാവികമായും ആധി ഉണ്ടാകുന്നത് വളരെ സ്വാഭാവികം. ഞാൻ പറഞ്ഞല്ലോ, രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത് ക്രൈസ്തവരുടെ ഒരു നിലപാട് കൊണ്ട് മാത്രമാണ്. ആ നിലപാടിൽ മാറ്റം വരുന്നു എന്ന് അവർ വിലയിരുത്തി കഴിഞ്ഞു. ആ നിലപാടിൽ മാറ്റം വന്നു എന്ന് മാത്രമല്ല, ആ വോട്ടുകൾ ഇനി തിരിച്ചു പിടിക്കാൻ കഴിയില്ല എന്നതും അവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ അവർ UDF കളിച്ച അതേ കളിയിലേക്ക്, അതായത് ഏതെങ്കിലും ഒരു സമുദായത്തിന് വേണ്ടി മാത്രം നിന്നുകൊണ്ട് ആ സമൂഹത്തിനെ ഏറ്റുപിടിക്കുക. നമ്മൾ കണ്ടതാണല്ലോ, അനിൽകുമാർ അവരുടെ ഒരു വക്താവ് വന്നിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയാണ് മലപ്പുറം, കോഴിക്കോട് തുടങ്ങിയ വടക്കൻ ജില്ലകളിൽ തട്ടമിടാതെ മുസ്ലിം പെൺകുട്ടികൾ സമൂഹത്തിലേക്ക് ഇറങ്ങാൻ കാരണമെന്ന് പറഞ്ഞത് ഒരു തവണയെ പറയിച്ചുള്ളൂ. പിന്നെ വായടച്ച് ടേപ്പൊട്ടിച്ച് കളഞ്ഞു. ജലീലും ആരിഫും കൂടെ എടുത്ത് അലക്കി. അവസാനം അവർ പറഞ്ഞത് പാർട്ടി നിലപാടായി. ഒരു സമൂഹത്തിൻ്റെ, ഒരു സമുദായത്തിൻ്റെ മുന്നിൽ വിപ്ലവ പാർട്ടി മുട്ടയിൽ എഴഞ്ഞത് നമ്മൾ കണ്ടതാ. പിന്നെ ആസ്കറെ കൂടുതൽ വർത്തമാനമൊന്നും പറയണ്ട. ആസ്കർ ഇപ്പോൾ ഏതായാലും തെറ്റ് സമ്മതിച്ചു. മുട്ടയിൽ എഴയാൻ ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല. തെരഞ്ഞെടുപ്പ് വരട്ടെ, ബാക്കി ക്രൈസ്തവർക്ക് അറിയാം എന്ത് ചെയ്യണമെന്ന്. വെയിറ്റ് ആൻഡ് സീ ആസ്കർ. ശരി ശ്രീ, താങ്കളുടെ നിലപാട് അവസാനം. ഫാദർ ഇത്തവണ ഈ ചർച്ചയിൽ എനിക്ക് തോന്നുന്നു ഫാദർ ഫിലിപ്പ് കവിയൂർ പ്രതീക്ഷയുടെ അപ്പുറത്തേക്ക് കാര്യങ്ങൾ അദ്ദേഹം പറയുകയുണ്ടായി. അല്ല, ഇത് എത്ര കാലമെന്ന് കരുതിയിട്ടാണ് ആൾക്കാരിങ്ങനെ സഹിക്കുന്നത്? ഈ നേരത്തെ നമ്മൾ പലപ്പോഴും പറയുന്നത് പോലെ ഏതെങ്കിലും ഒരു പ്രത്യേക മതവിശ്വാസത്തിന്റെയോ ആ മതവിശ്വാസത്തിനെ നിയന്ത്രിക്കുന്ന ആൾക്കാരുടെയോ തീരെഴുതി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് നമ്മുടെ നാട്ടിൽ കൊടുത്തിട്ടില്ല. എല്ലായ്പ്പോഴും നമ്മളോട് ഏത് നിലപാടാണോ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു സംഘടന സ്വീകരിക്കുന്നത്, അതേ നിലപാട് തിരിച്ചു നൽകുക എന്നുള്ളതാണ് ഏറ്റവും ഒരു ജെന്റിൽമാൻ എഗ്രിമെന്റ് എന്ന് രാഷ്ട്രീയത്തിലാണെങ്കിലും സാമൂഹ്യമായിട്ടുള്ള ഇടപെടലിലാണെങ്കിലും പറയാൻ കഴിയുന്നത്. വളരെ വിഖ്യാതമായിട്ട് നെൽസൺ മണ്ടേലയുടെ തന്നെ ഒരു കോട്ടുണ്ട്. യാസർ അറാഫത്തുമായിട്ടുള്ള ഒരു സൗഹൃദത്തിനെ പറ്റിയൊക്കെ അദ്ദേഹത്തിനോട് ചോദിക്കുന്ന സമയത്ത് വിദേശത്തു നിന്നുള്ള ഒരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നു, യാസർ അറാഫത്ത് ഒരു ടെററിസ്റ്റ് ആണ്, അങ്ങനെയുള്ള ഒരാളുമായിട്ട് വളരെ വലിയ മനുഷ്യാവകാശ പ്രവർത്തനത്തിന്, ഒരു ജനതയുടെ സ്വാതന്ത്ര്യത്തിനൊക്കെ വേണ്ടി പ്രയത്നിച്ച താങ്കൾക്ക് എങ്ങനെയാണ് ഒത്തുപോകാൻ കഴിയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം അങ്ങോട്ട് പറഞ്ഞ മറുപടി എന്ന് പറയുന്നത്, ഏതൊരു രാജ്യം എന്റെ രാജ്യത്തിനോട് എങ്ങനെ പെരുമാറുന്നു, എങ്ങനെ കാണുന്നു, അത് തിരിച്ചു നൽകുക എന്നുള്ളത്, അത് റെസിപ്രോക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും മാന്യമായിട്ടുള്ള ഇടപെടൽ എന്നാണ് വിശ്വസിക്കുന്നത് എന്ന്. അപ്പൊ ഇവിടെ തീവ്രവാദികളായിട്ടുള്ള ആൾക്കാരില്ല, എല്ലാം നമ്മുടെ നാട്ടിലുള്ള നിയമപ്രകാരം പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ സംഘടനകൾ തന്നെയാണ്. അപ്പൊ ഏതെങ്കിലും ഒരു സംഘടനയെ ഒരു പ്രത്യേക രീതിയിലുള്ള നിറം ചാലിച്ചുകൊണ്ട് അത് എല്ലാ കാലത്തും ടാബു ആണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് നമ്മൾ ഇതുവരെ കണ്ടത്. എന്നാൽ അതിൽ നിന്നുള്ള ഒരു മാറ്റം, ഒരു ഉണർവ് ആൾക്കാർക്കുണ്ടായിട്ടുണ്ട്. ഓരോ മതവിഭാഗത്തിനും അർഹിക്കുന്ന പ്രാധാന്യവും അവർക്ക് കിട്ടേണ്ടുന്ന പരിഗണനയും അത് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനം നൽകുന്നോ അവരോട് അത് റെസിപ്രോക്കേറ്റ് ചെയ്യുക എന്ന രീതിയിലത്തേക്ക് നമ്മുടെ നാട്ടിലുള്ള എല്ലാ മതസംഘടനകളും മതമേലധ്യക്ഷന്മാരും ഒരു തീരുമാനമെടുക്കുന്ന ഒരു സമയത്ത് കൂടിയാണ് നമ്മൾ നടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നമ്മുടെ നാട്ടിൽ ആരെങ്കിലും രാമക്ഷേത്രത്തിൽ പോകണോ എന്നോ അല്ലെങ്കിൽ പ്രധാനമന്ത്രി ഏതെങ്കിലും മതവിശ്വാസി കാണണോ വേണ്ടോയോ എന്ന് തീരുമാനിക്കുന്നതിനുള്ള ഷീറ്റ് എഴുതി കൊടുക്കേണ്ടത് CPM-ന്റെ AKG സെന്ററിൽ നിന്നല്ല. ശരി ശരി, നന്ദി ശ്രീ കെന്നഡി കരിമ്പുകാലായിൽ, അഡ്വക്കേറ്റ് BN ഹസ്കർ. ഇന്നത്തെ പ്രൈം ഡിബേറ്റിലെ ചോദ്യം ഇതായിരുന്നു: സജി ചെറിയാൻ ക്രൈസ്തവ സമൂഹത്തെ അവഹേളിച്ചു എന്ന് 81%, അവഹേളിച്ചില്ല എന്ന് 15%, നിഷ്പക്ഷം 4%. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ പരിപാടി